ആ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഹൃദ്യമായി സംസാരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ ഇന്നലെ കർത്താവിന്റെ ദാസ് ഈ ഒരു മീൻസ് ചെയ്ത മീറ്റിങ്ങിനെ കുറിച്ച് സംസാരിച്ച സമയത്ത് രാത്രികാലം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയ ഒരു ചിന്തയാണ് നമ്മളിലും പലരും പല ചോദ്യങ്ങളോടെ ആയിരിക്കുന്നു. ചെന്നു പലപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചിട്ടും ഉത്തരം കിട്ടാതെ ആയിരിക്കുമ്പോൾ അതിന്റെ മധ്യ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഇന്ന് പകൽക്കാലം നമ്മളോട് ഹൃദ്യമായിട്ട് വ്യക്തമായി സ്പഷ്ടമായി സംസാരിക്കുവാനുണ്ട്. സ്തോത്രം ചെയ്യുന്നു. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന പ്രിയമുള്ളവരുടെ മുമ്പാകെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാചകം, ചുമ്മാ എന്തെങ്കിലും കാര്യങ്ങൾ വന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനാ പായയിൽ ഇരുന്ന് ദൈവാത്മാവ് നൽകിയ ഒരു ചിന്തയാണ് നിങ്ങളുമായിട്ട് ഇന്ന് പകൽക്കാലം പങ്കുവയ്ക്കുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. സ്തോത്രം ചെയ്യുന്നു. നമുക്ക് നോർമലി ഒരു മെസ്സേജ് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 3.5-4 മണിക്കൂർ മിനിമം നമുക്ക് വരാറുണ്ട്. ആ സമയങ്ങളിൽ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവാത്മാവ് വ്യക്തിപരമായിട്ടാണെങ്കിലും പല മേഖലകളെ ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നലെ രാത്രികാലം ഈ ഒരു മെസ്സേജ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനും ഒത്തിരി ചോദ്യങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ സ്തോത്രം ചെയ്യുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായിട്ട് ബലപ്പെടുത്തിയ ആ ഒരു ചിന്തയാണ് ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നത്. സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ പോകുന്ന ചിന്താ വിഷയം എന്ന് പറയുന്നത് തളർന്നവനെ ശക്തീകരിക്കുന്ന ദൈവത്തിന്റെ തളർന്നവനെ ശക്തീകരിക്കുന്ന ദൈവത്തിന്റെ കൈ. ഞാൻ ഈ പകൽക്കാലം ആ ഒരു വിഷയത്തിലോട്ട് കടക്കുന്നതിന് മുമ്പ് പ്രിയമുള്ളവരുടെ പ്രാർത്ഥന ഞാൻ ആത്മാർത്ഥത്തോടെ ചോദിക്കുകയാണ്. പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ദൈവത്തിൽ നിന്ന് വലിയവ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ, ഇവിടെ പ്രസംഗിക്കുന്ന വ്യക്തിയല്ല, ഇവിടെ പ്രസംഗിക്കുന്ന ചെയ്യുന്ന വ്യക്തികളുടെ കഴിവ് കൊണ്ട് യാതൊരു കാര്യവും നടക്കത്തില്ല എങ്കിലും ദൈവത്തിന്റെ കൃപ കൊണ്ട് സ്വതന്ത്രം ചെയ്യുന്ന ചില അസാധാരണമായ വിടുതലുകൾ നടക്കുമെങ്കിൽ ഇന്ന് പകൽക്കാലം സാഹചര്യങ്ങളെ മാറ്റിവെച്ചുകൊണ്ട്, അവസ്ഥകളെ മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിന്റെ മുമ്പാകെ സമർപ്പണ മനോഭാവത്തോടു കൂടിയിട്ടായിരിക്കുന്ന പ്രിയമുള്ളവരെ നോക്കിയേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞാൻ ഇങ്ങനെ കൈമാറുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. തളർന്നവനെ ശക്തീകരിക്കുന്ന ദൈവത്തിന്റെ കൈ. ആ ഒരു കാര്യം ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടിയിട്ട് ഇറങ്ങി വരുമ്പോൾ തളർന്നിരിക്കുന്ന മേഖലകളിൽ, ചോദ്യമായിരിക്കുന്ന മേഖലകളിൽ, നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല എന്ന ലോകം നമ്മെ വിധിച്ച മേഖലകളിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൃത്യമായിട്ട് വചനത്തിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഈ സമയത്ത് വളരെ വ്യക്തമായി സംസാരിക്കുന്ന പ്രിയരെ, ചില പ്രത്യേക മേഖലകളിലൂടെ തളർന്നിരിക്കുന്ന പ്രിയമുള്ളവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം നൽകുന്നു. ദൈവാത്മാവ് പ്രബോധിപ്പിക്കുന്നു. തളർന്ന മേഖലകളെ ദൈവത്തിന്റെ കരങ്ങളിലോട്ട് സമർപ്പിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച ചിന്താവാചകം നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. ദൈവം തന്നെ കാര്യം സാധിപ്പിക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം എനിക്ക് പറയുവാൻ ഒരു പ്രാഗൽഭ്യമുണ്ട്. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ, കഴിഞ്ഞ നാളുകളിലെ ജീവിതാനുഭവത്തിൽ നിന്ന് സ്വതന്ത്രം ചെയ്യുന്ന ഒരു കാര്യം ഞാൻ ഇങ്ങനെ വിളിച്ചു പറയട്ടെ. ജീവിതത്തിൽ പലപ്പോഴും തളർന്നു പോയി എന്ന് ചിന്തിക്കുമ്പോൾ, ജീവിതത്തിൽ സകലതും അവസാനിച്ചു എന്ന് ചിന്തിക്കുമ്പോൾ, ജീവിതത്തിലെ സകല പ്രതീക്ഷകളും കൈവിടുമ്പോൾ, തളർന്നിരിക്കുമ്പോൾ, ക്ഷീണിച്ചിരിക്കുമ്പോൾ, എന്റെ കർത്താവ് ഇന്ന് പകൽക്കാലം വ്യക്തമായിട്ട് ചില പ്രിയമുള്ളവരോട് ശക്തമായിട്ട് ആലോചന കൈമാറുന്നു. ദൈവത്തിന്റെ കൈ ഇതുവരെയും ക്ഷീണിച്ചിട്ടില്ല കേട്ടോ. ജീവിതത്തിന്റെ പല പ്രതികൂലങ്ങളും നമ്മളെ ക്ഷീണിപ്പിച്ചപ്പോഴും ദൈവത്തിന്റെ കരം ഇന്നും ചലിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരോട് ആ ദൈവാത്മാവ് ഇങ്ങനെ സംസാരിക്കുന്നു. നാം പല മേഖലകളിൽ തളർന്നു പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ ദൈവത്തെ പരിമിതി ഇടല്ല കേട്ടോ. ജീവിത സാഹചര്യങ്ങൾ വെല്ലുവിളികളായിട്ട് മാറുമ്പോൾ ജീവിതത്തിൽ പലപ്പോഴും ഇനി മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം കൃത്യമായിട്ട് ഇപ്രകാരം സംസാരിക്കുന്നു. തളർന്നിരിക്കുന്ന ഒരു കൂട്ടം ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്നു. ഈ കാര്യം പറയുമ്പോൾ മനസ്സിൽ വരുന്ന ചോദ്യം എങ്ങനെയായിരിക്കും? തളർച്ച എല്ലാവർക്കും ഉണ്ടാകുന്നതല്ലേ? പക്ഷേ ഈ വാക്കിന് എന്താ ഇത്ര വലിയ പ്രാധാന്യം? പക്ഷേ ദൈവാത്മാവിൽ കൃത്യമായിട്ട് ഞാനൊരു കാര്യം ഇങ്ങനെ കൈമാറാം. ഇന്നലെ വരെ ഓടിയ പലരും, ഇന്നലെ വരെ പ്രാർത്ഥിച്ച പലരും, ഇന്നലെ വരെ ദൈവത്തിന് വേണ്ടി പലതും ചെയ്ത പലരും തളർന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ന് പകൽക്കാലം സ്തോത്രം ചെയ്യുന്നു. ദൈവാത്മാവിന് നമ്മളോട് സംസാരിക്കുവാൻ ഒരു കാര്യമുണ്ട്. തളർന്നിട്ടുണ്ടാകാം കേട്ടോ അല്ലെങ്കിൽ തളർന്നു പോയിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ തളർന്നുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഈ ഒരു മീറ്റിംഗ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ തളർന്നവനെ മാറ്റുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടിയിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് വായിക്കാം. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 45-ാമത്തെ വാക്യവും 19-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യവും നിങ്ങൾ ഈ ഒരു ഭാഗം കേൾക്കുന്ന സമയത്ത് വളരെ സുപരിചിതമുള്ള ഭാഗങ്ങളാണ് എങ്കിലും വളരെ വ്യത്യസ്തമായ ഒരു ചിന്ത ദൈവാത്മാവിന് നമ്മളോട് കൈമാറുവാനുണ്ട്. നമുക്ക് വായിക്കാം. സ്തോത്രം ചെയ്യുന്നു. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. 1 രാജാക്കന്മാർ 18-ാം അധ്യായം അതിന്റെ 44-ാമത്തെ വാക്യവും 45-ാമത്തെ വാക്യവും 19-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നു. ആകാശവും മേഘവും കാറ്റും കൊണ്ട് കറുത്തു, വൻമഴ പെയ്തു,
ആഹാബ് രഥം കയറി ഇസ്രായേലിലേക്ക് പോയി. എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിന്മേൽ വന്നു. യഹോവയുടെ കൈ ഏലിയാവിന്മേൽ വന്നു. അടുത്ത വാചകം നിങ്ങൾ ശ്രദ്ധിച്ച കേൾക്കണം. 19-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ടു. രണ്ട് വാചകങ്ങൾ, വളരെ സുപരിചിതമായ രണ്ട് വാചകങ്ങളിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മളോട് ഹൃദ്യമായി സംസാരിക്കുന്നു. ഒന്ന്, അവൻ യഹോവയുടെ കൈ അവന്റെ മേൽ വന്നു. രണ്ടാമത്തെ കാര്യം, അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റു. ചില ഭയങ്ങൾ വരുമ്പോഴാണ് നമ്മൾ പലരും എഴുന്നേൽക്കുന്നതാ. ചില ഭയങ്ങൾ വരുമ്പോഴാണ് നമ്മൾ പല മേഖലകളിൽ ഒതുങ്ങിപ്പോകുന്നതാ. പക്ഷെ ഭയപ്പെട്ടിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ തകർന്നിരിക്കുന്ന പ്രിയമുള്ളവരോട് വചനത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നു. എന്താ? സ്തോത്രം ചെയ്യുന്നു. തളർന്നവന് വേണ്ടിയിട്ട്, ഭയപ്പെട്ടവന് വേണ്ടിയിട്ട് എഴുന്നേൽക്കുന്ന ദൈവത്തിന്റെ കരം ഇന്ന് പകൽക്കാലവും നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ യഹോവയുടെ കൈ ഏലിയാവിന്മേൽ വന്നു. പ്രിയരെ, ഞാൻ അവിടെ നിന്ന് ഒരു ദൂത് ഇങ്ങനെ കൈമാറുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. യഹോവയുടെ കൈ നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ മാനുഷിക ചിന്തകൾക്ക് അപ്പുറമായ ദൈവത്തിന്റെ പ്രവൃത്തിയാണ് ജീവിതത്തിൽ നടക്കുവാൻ പോകുന്നത്. ഇപ്പോഴത്തെ സാഹചര്യം നോക്കുമ്പോ, സ്വന്തം ചെയ്യുന്ന മാനസികതകൾ നോക്കുമ്പോ ഒന്നും നടക്കത്തില്ല എന്നൊരു ചിന്തയാണെങ്കിലും ദൈവ പരിശുദ്ധാത്മാവ് ഹൃദ്യമായ ആലോചന കൈമാറുന്നു. ദൈവത്തിന്റെ കൈ ഒരു മേൽ കടന്നു വരുന്ന സമയത്ത് സ്വന്തം ചെയ്യുന്ന മറ്റുള്ളവരുടെ ചിന്തകൾക്ക് അപ്പുറമായിട്ട് ദൈവിക സാന്നിധ്യം നമുക്ക് വേണ്ടിയിട്ട് ഇറങ്ങി വരുമ്പോൾ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരോട് ദൈവാത്മാവ് ഇങ്ങനെ സംസാരിക്കുന്നു. ദൈവത്തിന്റെ കൈ ഈ ദിവസങ്ങളിൽ സ്തോത്രം ചെയ്യുന്നു നമ്മുടെ മധ്യേ വെളിപ്പെടുവാൻ പോകുന്നുവെന്ന്, ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ കരം നമ്മുടെ വിഷയത്തിന് മധ്യേ ചലിക്കുവാൻ പോകുന്നുവെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുന്നു. 18-ാം അധ്യായത്തിന് ഒരു പ്രത്യേകതയുണ്ട്. 18-ാം അധ്യായം നിശബ്ദതയില്ലാത്ത ഒരു അധ്യായമാണ്. ഞാൻ ഇന്നലെ ആ ഒരു ഭാഗം ധ്യാനിച്ചപ്പോൾ ദൈവാത്മാവ് സംസാരിച്ച ഒരു കാര്യം അതാ. സ്വർഗം ഇറങ്ങി വരുന്ന ഒരു സമയം, പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കുന്ന ഒരു സമയം, സ്തോത്രം ചെയ്യുന്നു. മറ്റുള്ളവരുടെ മുമ്പാകെ തല കുനിക്കാതെ വണ്ണം ദൈവം മാനിച്ച ഒരു സമയം. സാഹചര്യങ്ങളൊക്കെ അങ്ങനെയാണെങ്കിലും 19-ാം അധ്യായത്തിന് വലിയൊരു കഥ പറയുവാനുണ്ട്. എന്താ? വലിയ നിശബ്ദതയുടെ കഥ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ജീവിതത്തിലെ 18-ാം അധ്യായം എല്ലാം ഉള്ളതാണെങ്കിൽ, ജീവിതത്തിലെ 19-ാം അധ്യായം ഒരു നിശബ്ദതയുടേതാണെങ്കിൽ, ഇന്ന് പകൽക്കാലം നിശബ്ദതയിലൂടെ അല്ലെങ്കിൽ സൈലൻസ് ഓഫ് ഗോഡിലൂടെ കടന്നു പോകുന്ന എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് ദൈവാത്മാവിൽ ഞാൻ ഇങ്ങനെ പറയുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. ജീവിതത്തിൽ എപ്പോഴും സ്തോത്രം ചെയ്യുന്നു, ദൈവ പ്രവൃത്തി മാത്രമുള്ള സമയമായിരിക്കത്തില്ല കേട്ടോ. പക്ഷെ ദൈവം നിശബ്ദമാകുന്ന സമയം, അവിടെയാണ് നാം ഏറ്റവും അധികം സന്തോഷിക്കേണ്ടത്. ഒരിക്കൽ ഒരു മനുഷ്യൻ ഇങ്ങനെ പറയുവാൻ ഇടയായിത്തീരുന്നു: ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ നാം ഏറ്റവും അധികം സന്തോഷിക്കണം, എന്നാൽ ദൈവം നമ്മളോട് നിശബ്ദമായിരിക്കുമ്പോൾ നാം അധികം സന്തോഷിക്കണം. എന്തുകൊണ്ടാ? നിശബ്ദതയിലാ ദൈവം പ്രവർത്തിക്കുന്നത്, നിശബ്ദതയിലാ ദൈവം തന്റെ പദ്ധതികൾ തയ്യാറാക്കുന്നത്. അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ ആ ദൈവിക നിശബ്ദത അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ നോക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ആലോചന കൈമാറുന്നു. ചില കാത്തിരിപ്പിലൂടെ കടന്നു പോകുന്ന കാലങ്ങളായിട്ടും ചില പ്രത്യേക വിഷയങ്ങളിലായിരിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം സ്വതന്ത്രം ചെന്ന് കേൾക്കുവാൻ കഴിയാതവണ്ണം ആയിരിക്കുന്ന പ്രിയമുള്ളവരെ നോക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം വായിച്ച വാക്യങ്ങളിലൂടെ ആലോചന കൈമാറുന്നു. നിനക്ക് വേണ്ടിയിട്ട് ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ ഒരു കരം അത് ചലിക്കുവാൻ പോകുമ്പോൾ ഒരു മാനുഷിക ശക്തികൾക്കും ആ കരത്തെ ഒതുക്കുവാൻ കഴിയുകയില്ല. കാരണം നിയന്ത്രിക്കുവാൻ സ്വതന്ത്രം ചെയ്യുന്നു കഴിയുവാൻ കഴിയാത്ത വണ്ണമുള്ള അസാധാരണമായ ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുന്നു. പ്രിയരെ, എന്താ? മനുഷ്യന് പരിമിതി ഇടാൻ കഴിയാത്ത ദൈവത്തിന്റെ അത്യന്തം പരമായ കരം നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ വിഷയങ്ങളിൽ ഇന്ന് പകൽക്കാലം ഇറങ്ങുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുമ്പോൾ സ്തോത്രം ചെയ്യുന്നു. സൂസൻ വർഗീസ് എന്ന് പറയുന്ന കർത്താവിന്റെ ദാസിയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം സംസാരിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹം ആരെന്ന് എനിക്കറിയത്തില്ല, അദ്ദേഹം ലീവ് ചെയ്തു, എങ്കിലും ആ ദൂത് ഞാൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആ ദൂത് മറ്റുള്ളവർക്കും കൂടിയുള്ള ഒരു ആശ്വാസമാ. ചില പ്രത്യേക മേഖലകളിൽ കാത്തിരിപ്പിന്റെ നീണ്ട നാളുകളുമായി കടന്നു പോകുന്ന പ്രിയമുള്ളവരെ നോക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഒരു കാര്യം കൈമാറുന്നു. എന്ത്? സ്തോത്രം ചെയ്യുന്നു. ചില നാളുകളായിട്ടുള്ള ചില ചോദ്യങ്ങൾ മനസ്സിന്റെ അകത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടിയിട്ട് ഇറങ്ങുവാനുള്ള സമയമായിരിക്കുന്നു. അതാണ് പ്രിയരെ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ഇല്ലാത്തൊരു നിശബ്ദത. പ്രിയ കർത്താവിന്റെ ദാസിയോട് സ്തോത്രം ചെയ്യുന്നു. സൂസൻ വർഗീസ് എന്ന് പറയുന്ന കർത്താവിന്റെ ദാസിയോട്
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തുടക്കത്തിലെ ആലോചന കൈമാറുന്നു. അമേൻ സ്തോത്രം ചെയ്യുന്നു. പല കൈകളും അമേൻ സ്തോത്രം ചെയ്യുന്നു ജീവിതത്തിൽ അവൻ കടന്നു കയറിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവത്തിന്റെ കരം താങ്കൾക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കുവാൻ തുടങ്ങുന്ന സമയത്ത് ചില മാനുഷിക കരങ്ങള്, ചില മാനുഷിക ഇടപെടലുകള്, ചില മാനുഷികമായ തന്ത്രങ്ങള്, ചില മാനുഷികമായ ബ്ലോക്കുകളെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അമേൻ സ്തോത്രം കുടുംബത്തിന്റെ അകത്ത് നിന്ന്, വ്യക്തിപരമായ ജീവിതത്തിൽ നിന്ന് തുടച്ചു മാറ്റുന്നുവെന്ന് ദൈവാത്മാവ് ദൂത് കൈമാറുമ്പോൾ ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ ദാസിയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ആലോചന പറയുവാൻ പറയുന്നു. എന്ത്? ആമേൻ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ ഒരു കരം താങ്കളുടെ കുടുംബത്തിന്റെ അകത്ത് ഈ ദിവസങ്ങളിൽ വെളിപ്പെടുവാൻ പോകുന്നു. വെളിപ്പെടുവാനുള്ള തേജസ് ആമേൻ സ്തോത്രം ചെയ്യുന്നു. വിചാരിച്ചാൽ ഇന്നത്തെ കഷ്ടങ്ങൾ സാരമില്ല, ഇന്നത്തെ രോഗങ്ങൾ സാരമില്ല, ഇന്നത്തെ ഭാരങ്ങൾ സാരമില്ല. പ്രിയ ആമേൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസിയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ആലോചന കൈമാറുന്നു. ആമേൻ സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിൽ വലിയ കഷ്ടതയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, ജീവിതത്തിൽ വലിയ ചോദ്യങ്ങളുമായിട്ട് ഈ മീറ്റിംഗിൽ ഇന്ന് ആമേൻ സ്തോത്രം ചെയ്യുന്നു പകൽക്കാലമായിരിക്കുന്നത്. പക്ഷെ കർത്താവിന്റെ ദാസിയെ ആമേൻ സ്തോത്രം ചെയ്യുന്നു, കർത്താവ് പറയുന്ന ഒരു കാര്യം എങ്ങനെയാ? ആമേൻ സ്തോത്രം ചെയ്യുന്നു, വാർദ്ധക്യത്തിലും ഫലം കായ്ക്കും. എങ്ങനെയാ വാർദ്ധക്യത്തിൽ ഫലം കായ്ക്കുവാൻ കഴിയുന്നത്? വാർദ്ധക്യത്തിൽ ഫലം കായ്ക്കണമെങ്കിൽ ആമേൻ ദൈവത്തിന്റെ കരം ആമേൻ വാർദ്ധക്യ അവസ്ഥയിലും ആമേൻ സ്തോത്രം ചെയ്യുന്നു പ്രായാധിക്യം വന്ന അവസ്ഥയിലും വ്യാപരിക്കുമ്പോൾ അത് ഫലം കായ്ക്കുമെങ്കിൽ ഇന്ന് പകൽക്കാലം വ്യക്തമായി ദൈവാത്മാവ് ദാസിയോട് സംസാരിക്കുന്നു. അമേൻ സ്തോത്രം ചെയ്യുന്നു. വലിയ അനുഭവങ്ങൾ ഉണ്ടെങ്കിലും, വലിയ അമേൻ സ്തോത്രം ചെയ്യുന്നു അമേൻ സാക്ഷ്യങ്ങൾ ഉണ്ടെങ്കിലും, ചില പ്രത്യേക മേഖലയിൽ ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ കരത്തെ കുടുംബത്തിന്റെ അകത്ത് വ്യാപരിക്കുമ്പോൾ തലമുറകളിലൂടെ ചില അമേൻ പ്രത്യേക മേഖലകൾ ദൈവാത്മാവ് ഈ ദിവസങ്ങളിൽ തുറക്കുവാൻ പോകുന്നുവെന്ന ആലോചന കൈമാറുന്നു. ഞാൻ അവിടെ നിന്ന് അമേൻ മുന്നോട്ടേക്ക് ഇങ്ങനെ കടന്നു പോകട്ടെ. 18-ാം അധ്യായത്തിന്റെ അമേൻ സ്തോത്രം ചെയ്യുന്നു കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ 19-ാം അധ്യായം ഒരു വലിയ നിശബ്ദതയാ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ചില പ്രിയമുള്ളവരുടെ ജീവിതത്തിൽ 19-ാം അധ്യായം തുടങ്ങുന്നത് വലിയ നിശബ്ദതയായിട്ടാ. അമേൻ. പക്ഷെ ഞാൻ അവിടെ നിന്ന് ഒരു കാര്യം ഇങ്ങനെ കൈമാറാം. ദൈവം നിശബ്ദമാകുമ്പോൾ ആ മാനുഷികമായ ശബ്ദങ്ങൾ നമുക്ക് നേരെ വരുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കുകയാ. ഇവിടെ ഇരിക്കുന്ന ചില പ്രിയമുള്ളവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. അമേൻ. നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി കാണാതെ വരുമ്പോൾ ജാതികളായിരിക്കുന്ന പ്രിയമുള്ളവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിന്റെ ദൈവം എവിടെ? നിന്റെ ദൈവം മരിച്ചുപോ. പക്ഷെ ഇന്ന് പകൽക്കാലം അമേൻ സർ ഞാനൊരു കാര്യം ഊന്നി പറയട്ടെ. അമേൻ സർ നമ്മുടെ ദൈവം മരിച്ചവനായിരുന്നു. പക്ഷെ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 17-ാമത്തെ വാക്യം തൊട്ട് താഴോട്ട് വായിച്ചു വരുമ്പോൾ അവിടെ ഒരു 1-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം തൊട്ട് വായിച്ചു വരുമ്പോൾ ഒരു കാര്യം കാണുന്നു. അമേൻ സർ മരിച്ചവനായിരുന്നു, അമേൻ, എന്നാൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ നോക്കി പറയുന്നു, മരിച്ച നിന്റെ വിഷയത്തിന്റെ അകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഈ ദിവസങ്ങളിൽ ഇറങ്ങുമ്പോൾ മരിച്ചവനായിരുന്നുവെന്ന് ലോകം നിന്നെ കുറിച്ച് പറഞ്ഞ നിന്റെ അവസ്ഥകൾക്ക് അപ്പുറമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം വ്യക്തമായി സംസാരിക്കുന്നു. എന്താ? അമേൻ ചെയ്യുന്നു, മരിച്ചവനായിരുന്നു ഒരിക്കൽ, പക്ഷെ ഇപ്പോ ജീവനുണ്ട്. ജീവൻ ചിലർക്ക് വെക്കുവാൻ പോകുന്നുവെന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുന്നു. പ്രിയരെ, ചില സമയത്ത് ജീവിത സാഹചര്യങ്ങളിൽ അമേൻ സ്തോത്രം ചെയ്യുന്നു നാം പോലും അറിയാത്ത ചില മേഖലയിലൂടെ കടന്നു പോകുമ്പോൾ വലിയ നിശബ്ദത നമ്മുടെ ചുറ്റും നിൽക്കുന്ന സമയത്തും അമേൻ ലോകം നിശബ്ദമായിരിക്കുകയല്ല, ലോകം സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാ, ലോകം ആനന്ദിച്ചുകൊണ്ടിരിക്കുകയാ. പക്ഷെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. അമേൻ സ്തോത്രം ചെയ്യുന്നു, നമ്മുടെ നിശബ്ദതയെ അറിയുന്ന സ്വർഗം, അമേൻ സ്തോത്രം ചെയ്യുന്നു മറ്റുള്ളവരുടെ ശബ്ദത്തെ തിരിച്ചറിയുന്ന സ്വർഗം, ആ സ്വർഗം തന്നെ മറ്റുള്ളവരുടെ ശബ്ദത്തെ നിശബ്ദമാക്കുവാൻ പോകുന്നുവെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുമ്പോൾ എത്ര പേർക്ക് ആ ഒരു വിഷയത്തെ അമേൻ ആത്മാവിൽ പ്രഖ്യാപിക്കുവാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്കൊരു ബോധ്യമുണ്ട്. എന്ത്? അമേൻ സ്തോത്രം ചെയ്യുന്നു, കൃത്യമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. അമേൻ ചുറ്റുപാടുമുള്ള ശബ്ദങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ നിശബ്ദമാക്കുവാൻ പോകുന്നുവെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുന്നു. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങിയ 18-ാം അധ്യായം, 19-ാം അധ്യായത്തിന്റെ പ്രത്യേകത സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം പോലും വരാത്ത സമയം. അമേൻ സ്തോത്രം ചെയ്തു. ഞാനിങ്ങനെ ചിന്തിക്കുകയാ, പ്രവാചകനായ ഏലിയാവ് എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം ചെയ്ത വലിയ പ്രവൃത്തികൾ കണ്ട ഒരു കൂട്ടം ആളുകൾ നിൽക്കുമ്പോൾ ഇന്ന് അതേ മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ ശാന്തതയാ. അമേൻ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇങ്ങനെ ഒരു കാര്യം കൈമാറട്ടെ പ്രിയരെ, മറ്റുള്ളവരെ ആശ്വസിപ്പിച്ച
മറ്റുള്ളവരെ ബലപ്പെടുത്തിയ താങ്കളുടെ ജീവിതത്തിൽ ഇന്ന് വലിയൊരു നിശബ്ദതയുള്ള കടന്നു പോകുന്നുവെങ്കിൽ, ഈ സമയത്ത് മാനുഷികമായ വാക്കുകൾ ഉയരുന്നുവെങ്കിൽ, അമേൻസ്വരം ജീവിതത്തിലെ ദൈവിക ശബ്ദം കേൾക്കാതെ അമേൻസ്വരം ചെന്ന് പ്രാർത്ഥിച്ചിട്ടും ഉപസിച്ചിട്ടും മറുപടി കിട്ടാതെ ഇരിക്കുന്ന സമയത്ത് ഞാനിവിടെ ഒരു കാര്യം ഇങ്ങനെ കൈമാറുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. അമേൻ സ്തോത്രം ചെയ്യുന്നു. ഈ നിശബ്ദതയെ നിറയ്ക്കുവാൻ വേണ്ടിയിട്ട് ചില അപശബ്ദങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതാ 19-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നത്. ഇസബേൽ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ അമേൻസ്വരം നമ്മൾ ഇന്ന് ആ ഒരു ശക്തിയെ ഇന്ന് പൊളിക്കുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുമ്പോൾ തുടക്കത്തിലെ ഈ ഒരു മെസ്സേജ് ഇങ്ങനെ പോകുന്നത് കണ്ട് നിങ്ങൾ സംശയിക്കേണ്ട. അവസാനം വരുമ്പോ അമേൻ സ്തോത്രം ചെയ്യുന്ന ചിലതിനെ പൊളിച്ചുകൊണ്ട് ദൈവത്തിന്റെ കരം ചിലതിന്റെ മേൽ വ്യാപരിക്കുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം വ്യക്തമായിട്ട് ചില പ്രിയമുള്ളവരുടെ ആലോചന ഇങ്ങനെ കൈമാറുക. എന്താ അമേൻ സ്തോത്രം ചെയ്യുന്നു? 19-ാം അധ്യായം 1-ാമത്തെ വാക്യത്തില് നിശബ്ദമായിരിക്കുന്ന ദൈവ സാന്നിധ്യത്തിന്റെ മധ്യേ ഇറങ്ങി വരുന്ന ഒരു പ്രത്യേകമായ അനുഭവമാണ് ഇസബേല. ചില സമയത്ത് ഇസബേൽ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് പറയുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്, നമുക്കെതിരെ വ്യാപരിക്കുന്ന ഇസബേൽ എന്ന ശക്തിക്ക് നമ്മൾ ഇന്ന് പോരാടുക. നമുക്കുള്ള പോരാട്ടങ്ങൾ അമേൻസ്വരം ജഡരക്തങ്ങളോടല്ല, നമുക്കുള്ള പോരാട്ടങ്ങൾ അമേൻസ്വരം ചെയ്യുന്ന നമ്മെ തകർക്കുന്ന അമേൻസ്വരം ദുഷ്ടാത്മ സേനകളോടാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഭയമല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് നമ്മുടെ പ്രത്യേക മേഖലകളിൽ ഒതുക്കി വെച്ചിരിക്കുന്ന ഇസബേലിന്റെ ശക്തിയെ ഇന്ന് പകൽക്കാലം ഒരുമിച്ച് നാം പൊളിക്കുമ്പോൾ ആത്മാവിൽ ആരാധിച്ചു കൊണ്ടിരിക്കണം പ്രിയരെ. ആത്മാവിൽ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ അമേൻ സ്തോത്രം ചെയ്യുന്നു. വ്യക്തിപരമായിട്ട് ചില വിടുതലുകൾ ഈ സൂം മീറ്റിംഗിൽ അമേൻ നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ തന്നെ നടക്കും. വളരെ വ്യക്തമായിട്ട് വചനത്തിലൂടെ തന്നെ സംസാരിക്കാം. അമേൻ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ നിശബ്ദമാകുമ്പോൾ ആ മറികടക്കുവാൻ വേണ്ടിയിട്ട് ചില ശബ്ദം വരും. അത് ചിലപ്പോൾ കൺഫ്യൂഷൻ, അത് ചിലപ്പോൾ ഡിപ്രഷൻ ആണ്, അത് പക്ഷെ ഏകാന്തതയാണ്, അതൊരു പക്ഷെ മരണഭയമായൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കാം. ഓർക്കേണ്ട കാര്യം അമേൻ ചെയ്യുന്നു, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായ ആലോചന മാറുന്നു. എന്താ അമേൻ സ്തോത്രം? അമേൻ ചില സമയത്ത് ഈ അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആ നിശബ്ദതയെ മറികടക്കാനായിട്ട് നമ്മൾ അമേൻ ശബ്ദങ്ങളെയും ആശ്രയിക്കാം. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുന്നത് എന്തെന്നറിയാമോ? അമേൻ സ്തോത്രം. സ്വർഗം ശാന്തമാകുമ്പോ നമ്മുടെ അകന്ന മനുഷ്യൻ യഥാർത്ഥമായി തോട്ട് വരും. മനസ്സിലാകുന്നുണ്ടോ? സ്വർഗം ശാന്തമാകുമ്പോ നമ്മുടെ അകത്ത മനുഷ്യൻ പുറത്തോട്ട് വരും. നമ്മൾ ആരാന്നുള്ള ഞാൻ വളരെ ശാന്തമായിട്ട് പറയട്ടെ പ്രിയരെ. അമേൻ സ്തോത്രം. സൗണ്ട് കേൾക്കാമെന്ന് കരുതുന്നു. ഇടയ്ക്കൊരു ടെക്നിക്കൽ ഇഷ്യൂ വന്നതാ. ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ കേൾക്കാമോ? പറഞ്ഞുകൊണ്ടിരുന്നത് ക്ലിയർ ആയിരുന്നല്ലോ. ഓക്കെ. പറഞ്ഞു വന്നതിന്റെ സാരാംശം പ്രിയരെ അമേൻ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ശാന്തത വെളിപ്പെടുമ്പോഴാണ് നമ്മൾ ആരാണ് എന്നൊരു ബോധ്യം ശരിയായ രീതിയിൽ പുറത്തോട്ട് വരുന്നത്. ഒന്നും കൂടെ വ്യക്തമായി പറഞ്ഞാൽ അമേൻ സ്തോത്രം ചെയ്യുന്നു, തകർന്നിരിക്കുന്ന അവസ്ഥയിലായിരിക്കാം അമേൻ സ്തോത്രം നമ്മൾ യഥാർത്ഥമായി ദൈവത്തെ സേവിക്കുന്നവനാണോ അമേൻ സ്തോത്രം ചെയ്യുന്നു, അതോ മറ്റുള്ളതിനെ ഭയക്കുന്നവനാണോ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിന്റെ അകത്തോട്ട് വരത്തുള്ളൂ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ വളരെ വ്യക്തമായി പറയുന്നു. അമേൻ സ്തോത്രം ചെയ്യുന്നു, ഇസബേലിന്റെ ശക്തിയുടെ തന്ത്രം എന്തെന്നറിയാമോ? അത് അമേൻ ശാരീരികമായിട്ടുള്ള ഒരു തകർച്ചയല്ല, മാനസികമായിട്ട് പലരെയും തകർക്കുന്ന ഒരു അനുഭവമാണ്. ഇന്ന് പകൽക്കാലം വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുന്നു. മാനസികമായിട്ട് ചില പ്രത്യേക മേഖലകളിൽ തകർന്നിരിക്കുന്ന പ്രിയമുള്ളവരെ നോക്കി ഇന്ന് പകൽക്കാലം അവർക്ക് വേണ്ടി മാത്രം ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ ഒരു കരമുണ്ടെന്ന് ദൈവാത്മാവ് വളരെ വ്യക്തമായിട്ട് ദൂത് കൈമാറുമ്പോൾ പ്രിയമുള്ളവരെ ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയോടെ നിങ്ങൾ ആയിരിക്കണം. അകത്തളങ്ങളിൽ വലിയ ഭാരമായിരിക്കുമ്പോൾ, അകത്തളങ്ങളിൽ വലിയ പ്രയാസമായിരിക്കുമ്പോൾ, അകത്തളങ്ങളിൽ വലിയ ചോദ്യമായിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ നോക്കി ആലോചന കൈമാറുന്നു. അമേൻ. ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ മുഴങ്ങുന്ന ശബ്ദത്തേക്കാൾ വലുതാണ് ദൈവത്തിന്റെ ശബ്ദം എന്ന് പറയുന്നത്. ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ മുഴങ്ങുന്ന ഏകാന്തതകളേക്കാൾ വലുതാണ് അടുത്ത് വന്ന് ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം. ഇന്ന് പകൽക്കാലം മറന്നു പോകല്ലേ പ്രിയരെ. അമേൻ. സ്തോത്രം ചെയ്യുന്നു. ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോ ദൈവാത്മാവ് സംസാരിച്ചൊരു ചിന്ത എന്തെന്നറിയാമോ? ദൗത്യമുള്ളവനെ തെറ്റിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇസബേൽ ഇറങ്ങുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ദൗത്യമുള്ളവനെ, വിളി
വിളിയുള്ളവനെ, അഭിഷേകമുള്ളവനെ, പ്രാർത്ഥനയുള്ളവനെ. ആമേൻ സ്തോത്രം. നിങ്ങൾ വളരെ വ്യക്തമായിട്ട് വായിക്കണം പ്രിയരെ. 46-ാമത്തെ വാക്യം അവസാനിക്കുന്നത് എങ്ങനെയെന്നറിയാമോ? യഹോവയുടെ കൈ ഏലിയാവിന്മേൽ വന്നു, അവൻ അരമുറുക്കിയും കൊണ്ട് ഇസ്രയേലിൽ എത്തും വരെ ആഹാബിന് മുമ്പായി ഓടി. ആഹാബിന് മുമ്പായി ഓടിയ ആമേൻ സ്തോത്രം അഭിഷേകമുള്ള ഏലിയാവിനെ ഒതുക്കുക എന്നുള്ളത് ആമേൻ സ്തോത്രം ഇസബേലിന്റെ ശക്തിയാണെങ്കിൽ, ഇന്നലെ വരെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ട, ഇന്നലെ വരെ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി അധികമായി ചെയ്ത പ്രിയമുള്ളവരെ, ഇന്ന് ഏതെങ്കിലും മേഖലകൾ തളർന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന് പുറകിൽ വ്യാപരിക്കുന്ന ഇസബേലിന്റെ ശക്തിക്ക് ഒരൊറ്റ ചിന്തയുള്ളൂ: നമ്മുടെ ശുശ്രൂഷ ഇല്ലായ്മ ചെയ്യുക, നമ്മുടെ ജീവിതത്തെ ഇല്ലായ്മ ചെയ്യുക, ദൈവവുമായിട്ടുള്ള ബന്ധത്തെ വിച്ഛേദിക്കുക. പക്ഷേ അവിടെ നിന്ന് ഞാനൊരു ദൂത് കൈമാറട്ടെ. ആമേൻ സ്തോത്രം ചെയ്യുന്നു. ഓടിയവർ പലരും വീണു പോകുമ്പോ, ആമേൻ അധ്വാനിച്ച പലരും തളർന്നു പോകുമ്പോ, ഇന്ന് പകൽക്കാലം ആമേൻ സ്തോത്രം ചെയ്യുന്ന എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, ആമേൻ സ്തോത്രം ചെയ്യുന്നു, നമ്മളിൽ ഒന്നുപോലും തളർന്നു പോകല്ലേ, നമ്മളിൽ ഒന്നുപോലും വീണു പോകല്ലേ, നമ്മളിൽ ഒന്നുപോലും ക്ഷീണിച്ചു പോകല്ലേ. ക്ഷീണമുണ്ടാകും, രോഗമുണ്ടാകും, പ്രയാസമുണ്ടാകും. പക്ഷെ അതിന്റെ മധ്യേ ഇസബേലിന്റെ തന്ത്രങ്ങളെ ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണമേ. എന്താ? ആമേൻ സ്തോത്രം ചെയ്യുന്നു. ഇസബേലിന് അറിയുന്ന ഒരു കാര്യമുണ്ട്. എന്താ? ഇവനൊരു ദൈവ മനുഷ്യനാ, ഇവന്റെ മേലൊരു അഭിഷേകമുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ചില പ്രിയമുള്ളവരെ നോക്കി ആമേൻ സ്തോത്രം, നമ്മളിൽ ആമേൻ ചിലർക്ക് വ്യത്യസ്തമായ ഒരു അഭിഷേകമുണ്ട് കേട്ടോ. പക്ഷെ അത് തിരിച്ചറിയുന്ന ഇസബേലിന്റെ ശക്തി ഇന്ന് പകൽക്കാലം പല മേഖലകളിൽ നമ്മെ ഒതുക്കി വെച്ചിരിക്കുമ്പോൾ, അതിനെ നോക്കി അത് രോഗമായിരിക്കാം, അത് പോരാട്ടമായിരിക്കാം, അത് ശാപമായിരിക്കാം, അത് കടബാധ്യതയായിരിക്കാം, അത് ആമേൻ സ്തോത്രം മറ്റ് അഡിക്ഷൻസ് ആയിരിക്കാം, ആമേൻ പുറത്തു വരുവാൻ കഴിയാത്ത മേഖലകളായിരിക്കാം. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. അതിന്റെ മധ്യേ ദൈവത്തിന്റെ കരം ഇന്ന് പകൽക്കാലം വ്യാപരിക്കുമ്പോൾ ഒളിഞ്ഞിരിക്കുന്ന ആ ഇസബേലിന്റെ ശക്തിയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ബ്രേക്ക് ചെയ്യുന്നുവെന്ന് ആമേൻ സ്തോത്രം ചെയ്യുന്ന എത്ര പേർക്ക് ഒരു ബോധ്യമുണ്ട്? ഒന്നുകൂടെ വ്യക്തമായി വചനത്തിലൂടെ തന്നെ ആ കാര്യത്തെ സംസാരിക്കാം. പ്രിയരെ, ഇസബേൽ എന്ന് പറയുന്ന ആ ശക്തിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ആമേൻ സ്തോത്രം ചെയ്യുന്നു, അഭിഷേകം ഉള്ളവന് നേരെ മാത്രമേ ഇത് വരത്തുള്ളൂ. ആമേൻ സ്തോത്രം ചെയ്യുന്നു. ചുമ്മാ നിങ്ങൾ നിന്ന് നോക്കിക്കേ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല, ആരാധിക്കുന്നില്ല. പക്ഷേ ആമേൻ സ്തോത്രം ചെയ്യുന്നു, പലതവണ ഞാൻ ദൈവത്തോട് ആവർത്തിച്ച് ചോദിച്ചൊരു ചോദ്യമുണ്ട്: എന്തുകൊണ്ടാ ഇങ്ങനെ? ആമേൻ സ്തോത്രം ചെയ്യുന്നു. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിച്ചൊരു കാര്യമുണ്ട്. ആമേൻ ക്രൂശ് എടുക്കുന്ന സമയത്താ പ്രശ്നം വരുന്നത്. ആമേൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ ക്രൂശ് എടുക്കുമ്പോൾ മാത്രം കേട്ടോ പ്രശ്നം വരുകയുള്ളൂ. കർത്താവിനോട് അടുക്കുമ്പോൾ മാത്രമേ പ്രശ്നം വരത്തുള്ളൂ. ഇന്ന് പകൽക്കാലം ആ ഇസബേലിന്റെ ശക്തിയെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരുമിച്ച് നാം ആരാധിക്കുവാൻ തയ്യാറാകുന്ന സമയത്ത് അവൻ ചില നിരാശകളില്ലേ, ചില ചോദ്യങ്ങളില്ലേ, അമേൻ സ്തോത്രം ചെയ്യുന്നു. ഈ ഇസബേലിന് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ: അവൻ വളർത്തരുത്, തളർത്തണം. ഇന്ന് തളർന്നിരിക്കുന്ന പ്രിയമുള്ളവരെ നോക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുന്നു. എന്താ? പുറകോട്ട് വലിക്കുന്ന ഒരു പ്രത്യേക മേഖലയായി ഇസബേല. മനസ്സിലാകുന്നുണ്ടോ? അമേൻ സ്തോത്രം. വിട്ടു വന്ന ചിലതിനെ അമേൻ സ്തോത്രം ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, അമേൻ സ്തോത്രം ചെയ്യുന്നു, കാലഘട്ടങ്ങൾക്ക് മുമ്പേ അമേൻ നമ്മൾ വിട്ട ചിലതിനെ വീണ്ടും അതിലോട്ട് തന്നെ വലിപ്പിക്കുന്നതാ ഇസബേലിന്റെ ശക്തി എന്ന് പറയുന്നത്. പ്രിയരെ, ഇന്ന് പകൽക്കാലം ആ ശക്തിയെ നമ്മൾ തിരിച്ചറിയണം. ഇന്ന് പകൽക്കാലം ആ ശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയില്ല എങ്കിൽ അമേൻ ഇന്നലെ നമ്മൾ ഓടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് ഓടാൻ കഴിയുന്നില്ല. നമുക്ക് പുറകിൽ വ്യാപരിക്കുന്ന ഇസബേലിന്റെ ശക്തിയെ അമേൻ ഇന്ന് പകൽക്കാലം നാം ബ്രേക്ക് ചെയ്യുമ്പോഴാ പ്രിയരെ കുടുംബത്തിന്റെ അകത്ത് വിടുതൽ നടക്കത്തുള്ളൂ, തലമുറകളുടെ അകത്ത് വിടുതൽ നടക്കത്തുള്ളൂ. അമേൻ സ്വർജിനോ, ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധങ്ങളിൽ വിടുതൽ നടക്കത്തുള്ളൂ. ഇന്ന് പകൽക്കാലം മനസ്സിലാകുന്നുണ്ട്. ഞാൻ ചിന്തിക്കുകയാ, നമ്മൾ അറിയാതെ നമ്മെ പുറകോട്ട് വലിക്കുന്ന ശക്തിയാ ഇസബേല. അതിന്റെ അടുത്തൊരു പ്രത്യേകത പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. എന്നാ ഇസബേലിന്റെ പ്രത്യേകത? ഇസബേല് നേരിട്ട് വരത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇസബേല് നേരിട്ട് വരത്തില്ല കേട്ടോ. അമേൻ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇസബേല് തന്റെ ദൂതനെ അയച്ചു, ഒരു ദൂതനെ അയച്ചു. അമേൻ ഈ ദൂതൻ ഒരു പക്ഷേ അമേൻ നിങ്ങൾക്ക് വാട്സപ്പിൽ വന്ന ഒരു മെസ്സേജ് ആയിരിക്കാം. ഈ ദൂതൻ ഒരു പക്ഷേ വാട്സപ്പിൽ നിങ്ങൾക്ക് വന്ന ഒരു ഓഡിയോ ആയിരിക്കാം. ഈ ദൂതൻ ഒരു പക്ഷേ നിങ്ങൾ കണ്ട ഒരു വീഡിയോ ആയിരിക്കാം. ഈ അമേൻ സ്തോത്രം ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ഈ അമേൻ സ്തോത്രം ചെയ്യുന്ന ദൂതൻ ഒരു പക്ഷേ ഡോക്ടർ പറഞ്ഞ വാക്കായിരിക്കാം, തട്ടിപ്പോകാനുള്ള സമയമായിരിക്കുന്നു, ഇനി അധിക നാളില്ലെന്ന് പറഞ്ഞ വേദനപ്പെടുത്തുന്ന വാക്കുകളായിരിക്കാം. അമേൻ സ്തോത്രം ചെയ്യുന്നു. ദൂതൻ അമേൻ സ്തോത്രം ചെയ്യുന്നു നേരിട്ട് വരുമ്പോ ദൂതന് പുറകിലുള്ള ശക്തിയെ മനസ്സിലാക്കണം. മനസ്സിലാകുന്നുണ്ടോ?
ഒളിഞ്ഞിരിക്കുന്ന ശക്തി, മറഞ്ഞിരിക്കുന്ന ശക്തി, പുറത്തു വരാത്ത ഇസബേലിന്റെ തന്ത്രം നിങ്ങൾ മനസ്സിലാക്കണം പ്രിയരെ. നമ്മുടെ കുടുംബത്തിന്റെ അകത്ത് ഇന്ന് അമേൻ സ്തോത്രം ചെയ്യുന്നു മറഞ്ഞിരിക്കുന്ന ഇസബേലിന്റെ ശക്തി ചില ദൂതന്മാരെ അയക്കുമ്പോൾ എനിക്ക് പ്രാഗൽഭ്യത്തോട് ഒരു കാര്യം പറയാൻ പറ്റൂ. എന്ത്? അമേൻ സ്തോത്രം ചെയ്യുന്നു, ആ ദൂതനെ തകർക്കണമെങ്കിൽ നമുക്ക് കഴിയത്തില്ല. അമേൻ സ്തോത്രം ചെയ്യുന്നു. ഞാനൊരു കാര്യം അവിടെ നിന്നൊരു ദൂതായിട്ട് ഇങ്ങനെ വിളിച്ചു പറയാം. അമേൻ സ്തോത്രം ചെയ്യുന്നു, നമ്മളെക്കാൾ ശക്തരാ ദൂതന്മാര്. പക്ഷെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അമേൻ സ്തോത്രം, ആ ദൂതനെ അടിച്ചിടാൻ ദൈവത്തിന്റെ കരം നമുക്ക് ആവശ്യമാണ്. മനസ്സിലാകുന്നുണ്ട് ഞാൻ ചിന്തിക്കുക. അമേൻ സ്തോത്രം ചെയ്യുന്നു. ആത്മീക മേഖലകളിലാ അവൻ ചില പ്രത്യേക സാഹചര്യങ്ങളിലാ നമ്മെ ഒതുക്കി വെച്ചിരിക്കുന്ന ഇസബേലിന്റെ തന്ത്രം എന്താന്ന് വെച്ചാൽ അവൻ പുറകോട്ട് വലിക്കുക. ഞാൻ ഈ ഒരു ഭാഗം പഠിച്ചപ്പോ ദൈവാത്മാവ് എന്നോട് സംസാരിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അമേൻ സ്തോത്രം ചെയ്യുന്നു, ഈ ഇസബേൽ ഒതുക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് സാധാരണക്കാരനായ ഒരു മനുഷ്യനല്ല. വ്യക്തമായിട്ട് വചനത്തിലൂടെ സംസാരിക്കാം. എലിയാവ് എന്ന് പറയുന്ന മനുഷ്യന്റെ വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ യഹോവ എന്റെ ദൈവം, യഹോവ എന്റെ ദൈവം, യാഹ്വേ ഈസ് മൈ ഗോഡ് എന്നാണ് അതിന്റെ അർത്ഥം. അതായത് യഹോവ ദൈവമായിരിക്കുന്ന ജാതി, അല്ലെങ്കിൽ ആ ജാതിക്കെതിരെ ആ പ്രശ്നം വരുന്നത്. പക്ഷേ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം പ്രിയവരെ, ജസബേൽ അല്ലെങ്കിൽ ഇസബേൽ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്തെന്നറിയാമോ? വെയർ ഈസ് ദ പ്രിൻസ്, അതായത് രാജകുമാരൻ എവിടെ എന്നൊരു കാര്യം, അല്ലെങ്കിൽ രാജാവ് എവിടെ എന്നൊരു അർത്ഥം. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ചെയ്യുന്നു, ആ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാൽ എന്ന് പറയുന്ന വിഗ്രഹം അത് ചില പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ക്ഷാമം വരുമ്പോൾ, അല്ലെങ്കിൽ ചില പ്രത്യേക ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ബാൽ എന്ന് പറയുന്ന ദേവൻ വർഷത്തിൽ മരണപ്പെടും. ഓരോ വർഷത്തിലും മരണപ്പെടുമ്പോൾ ഈ ബാലിന്റെ വ്യക്തികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാ, വേർ ഈസ് ദ പ്രിൻസ്, എവിടെയാണ് രാജാവ്? പക്ഷേ ഞാനൊരു കാര്യം അവിടെ നിന്ന് വ്യക്തമായിട്ട് നിങ്ങളോട് സംസാരിക്കട്ടെ. വേർ ഈസ് ദ പ്രിൻസ് എന്ന് പറയുന്നത് ഒരു ചോദ്യമാ, പക്ഷേ യഹോവ എന്റെ ദൈവം എന്നുള്ള ഒരു ഉത്തരമാണ്. ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം പറയട്ടെ, ചോദ്യത്തിനുള്ള ഉത്തരവാണ് നമ്മുടെ ദൈവം. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് പകൽക്കാലം നമ്മൾ നേരിടുന്ന ചോദ്യങ്ങളുണ്ടല്ലോ, ഇന്ന് പകൽക്കാലം നമ്മളെ ഒതുക്കി വെച്ചിരിക്കുന്ന ചില മണ്ഡലങ്ങളുണ്ടല്ലോ, അതിനുള്ള ഉത്തരമായി യഹോവ എന്റെ ദൈവം. സ്തോത്രം ചെയ്യുന്നു. മനുഷ്യനല്ല എന്റെ ദൈവം, യഹോവ എന്റെ ദൈവം എന്ന ഇന്ന് പകൽക്കാലം പറയുവാൻ നമുക്കൊരു പ്രാഗൽഭ്യം ഉണ്ടാകണം. ആ പ്രാഗൽഭ്യം എവിടെന്നാ വരുക? യഹോവയെ രുചിച്ചറിയണം. സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം ചെയ്യുന്നു, യഹോവ നേരുള്ളവനാ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സങ്കീർത്തനം 34 പറയുന്ന ഒരു കാര്യമുണ്ട്, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവൻ. ഇന്ന് പകൽക്കാലം യഹോവയെ രുചിച്ചറിഞ്ഞ പ്രിയരെ, മിണ്ടാതിരിക്കല്ലേ. യഹോവയെ രുചിച്ചറിഞ്ഞ പ്രിയരെ, സൈലന്റ് ആയിട്ട് ഇരിക്കല്ലേ. ഇസബേൽ എന്ന ചോദ്യത്തിന്റെ ഉത്തരമാ നമ്മുടെ ദൈവം. നമ്മെ പുറകോട്ട് വലിക്കുന്ന ഇസബേൽ എന്ന ചോദ്യത്തിന്റെ ഉത്തരമാ നമ്മുടെ ദൈവം. ഇന്ന് പകൽക്കാലം മനസ്സിലാകുവാൻ സാധിക്കുന്നുവെങ്കിൽ, ഹൃദയത്തിന്റെ അകത്ത് സ്തോത്രം ചെയ്യുന്നു, ആ ദൈവ ശബ്ദം മുഴങ്ങുന്നുവെങ്കിൽ, ദൈവമില്ല എന്നൊരു ചോദ്യമല്ല ഏലിയാവ്, യഹോവ എന്റെ ദൈവം എന്നാണെങ്കിൽ ഇസബേലിന്റെ ചോദ്യത്തിന് മുമ്പാകെ വീണ് പോകരുത്. ഇസബേലിന്റെ ഒരു ചോദ്യമാ എന്ത്? സ്തോത്രം ചെയ്യുന്നു, നിന്നെ ഒതുക്കുക, നിന്റെ ദൈവം ഇല്ല എന്ന് പറയുക, നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഇല്ല എന്ന് പറയുക. ഇന്ന് പകൽക്കാലം ആ ചോദ്യത്തിന് നേരെ പറ, എന്ത്? എന്റെ ദൈവം ഇന്നും ജീവിക്കുന്നു, എന്റെ ദൈവം ഒരിക്കൽ മരിച്ചവനായിരുന്നു, പക്ഷെ ഇന്നും ജീവിക്കുന്ന ജീവനുള്ള ദൈവത്തെയാ ഞാൻ സേവിക്കുന്നതെന്ന് വിളിച്ചു പറയുമ്പോ ചില കുടുംബത്തിന്റെ അകത്ത് അസാധാരണമായ വിടുതൽ നടക്കുമെന്ന് ദൈവാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു. പ്രത്യേകത മറന്നു പോകല്ലേ. ഇസബേൽ പുറകോട്ട് വലിക്കുന്ന ശക്തി, ഇസബേൽ ഒളിഞ്ഞു നിൽക്കുന്ന ശക്തി. അടുത്ത ഒരു കാര്യം, ഇസബേലിനറിയാം നമ്മുടെ വിളി എന്താന്ന്. ഇസബേലിനറിയാം. അതുകൊണ്ടാണല്ലോ യോബ് എന്ന് പറയുന്ന ദൈവ മനുഷ്യനെ കുറിച്ച് കുറ്റം പറയുവാൻ വേണ്ടിയിട്ട് ദൈവദൂതന്മാരുടെ കൂട്ടത്തിൽ സാത്താനും കടന്നു ചെന്നതാ. ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം പ്രിയരെ. സ്തോത്രം ചെയ്യുന്നു, ഈ ലോകത്തിന്റെ പ്രഭു നമ്മെ തകർക്കുവാൻ നോക്കുമ്പോ സ്വർഗത്തിന്റെ സ്വർഗാദി സ്വർഗങ്ങളുടെ രാജാതി രാജാവിന്റെ കർത്താതി കർത്താവായ നമ്മുടെ യേശു കർത്താവ് ഇന്ന് പകൽക്കാലം പറയുന്നു, നിനക്ക് വേണ്ടി വ്യാപരിക്കുവാൻ എന്റെ കരം സ്തോത്രം ചെയ്യുന്നു ഇന്നും ശക്തമാണെന്ന്. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ സ്തോത്രം ചെയ്യുന്നു, ഒരിക്കലും ഉത്തരമില്ലാത്ത ഒരു ചോദ്യമാണ് ഇസബേൽ. മനസ്സിലാകുന്നുണ്ടോ? പക്ഷെ ആ ചോദ്യത്തിന്റെ ഉത്തരം എന്തെന്നറിയാമോ? നമ്മുടെ ദൈവം ഇന്നും ജീവിക്കുന്നു എന്ന് പറയാൻ പറ്റൂ. സ്തോത്രം ചെയ്യുന്നു, മരിച്ചു കിടക്കുമ്പോഴും രോഗത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോഴും സാഹചര്യങ്ങൾ വ്യത്യസ്തമാകുമ്പോഴും സ്തോത്രം ചെയ്യുന്നു, അവസ്ഥകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് എതിരാകുമ്പോഴും പറയാൻ പറ്റുമോ എന്റെ ദൈവം ഇന്നും ജീവിക്കുന്നുവെന്ന്? കാരണം നമ്മുടെ ദൈവം ആണ്ടിൽ ഒരിക്കലും മരിക്കുന്ന ബാലല്ല. നമ്മുടെ ദൈവം മയങ്ങാത്തവൻ, ഉറങ്ങാത്തവൻ, ഇസ്രയേലിന്റെ പരിപാലകൻ. ഞാൻ
ഞാനും നിങ്ങളും ആമേൻ സ്തോത്രം ചെയ്യുന്നു ഇന്നും ആയിരിക്കുന്ന സമയത്ത് ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് അരുളി ചെയ്ത നമ്മുടെ അരുമനാഥൻ ഇന്ന് പകൽക്കാലം നമ്മൾ നോക്കി വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ സ്തോത്രം ചെയ്യുന്നു. മരിക്കാത്ത ദൈവം, ഇന്നും ജീവനോടെ ഇരിക്കുന്ന ദൈവം, മരിച്ച നിന്റെ വിഷയത്തിന്റെ അകത്തോട്ട് ഇറങ്ങി വരുവാൻ പ്രാപ്തനായ ദൈവം, ആ ദൈവമാണ്. ആമേൻ സ്തോത്രം. ആ ദൈവത്തെ നോക്കിയ പാട്ടുകാരൻ ഇങ്ങനെ പാടിയത്, സാധ്യമേ, എല്ലാം സാധ്യമേ. ആമേൻ സ്തോത്രം. എന്താ, എവിടെ സാധ്യം? ആമേൻ അസാധ്യമായിടത്ത് സാധ്യമാക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലത്തിനും മതിയായിരിക്കുന്ന ദൈവ സാന്നിധ്യം. ഇന്ന് പകൽക്കാലം ശക്തി നഷ്ടപ്പെട്ട വിഷയത്തില്, ആമേൻ അവസാനിച്ച വിഷയത്തില്, ആമേൻ സ്തോത്രം ചെയ്യുന്നു, ഈ പകൽക്കാലം നമ്മെ നോക്കി വ്യക്തമായി വിളിച്ചു പറയുന്നു എന്താ? ഇസബേലിന്റെ തന്ത്രങ്ങളെ നമ്മൾ തിരിച്ചറിയണം. അടുത്തൊരു പ്രത്യേകത, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വാക്യത്തിലൂടെ മുന്നോട്ട് കടന്നു പോകുമ്പോൾ ആമേൻ ഈ മെസ്സേജിന്റെ ഡീപ്പായിട്ടുള്ള മീനിങ്ങിലോട്ട് നമ്മൾ കടന്നു വരുക. ഞാൻ തുടക്കത്തിലെ പറഞ്ഞല്ലോ, ഏകദേശം ഒരു 4 മണിക്കൂറിനടുത്ത് ഈ ഒരു മെസ്സേജിന് വേണ്ടി ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോ ദൈവാത്മാവ് നൽകിയത് ഒത്തിരി വ്യത്യസ്തമായ ചിന്തകളാ. ഇന്ന് പകൽക്കാലം ആ ചിന്തകൾ പറഞ്ഞ് നമ്മൾ ഇവിടുന്ന് അവസാനിപ്പിക്കുമ്പോൾ ആമേൻ സ്തോത്രം ചെയ്യുന്നു, ഞാൻ നിങ്ങളോട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് മുന്നോട്ട് പോയാലും വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണമെന്ന് ഒന്ന് ഓർമ്മിപ്പിക്കുകയാ. ആമേൻ സ്തോത്രം. പക്ഷെ സമയത്ത് തന്നെ നിർത്തുവാൻ ഞാൻ നോക്കും. ആമേൻ സ്തോത്രം ചെയ്യുന്നു. അടുത്തൊരു പ്രത്യേകത, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഇങ്ങനെയാ, ഇസബേലിന് അറിയാം ഏലിയാവിന്റെ മേലുള്ള അഭിഷേകം. ഒന്നാമത്തെ പ്രത്യേകത, ആ ഒരു കാര്യത്തിലൂടെ ചില കാര്യങ്ങൾ ചില ദൂതുകളായിട്ട് ദൈവാത്മാവ് സംസാരിക്കുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. ഒന്ന്, നിന്നെ ശാരീരികമായിട്ട് തടുക്കുവാൻ കഴിയുകയില്ല എന്ന് ഇസബേലിന് അറിയാം. അപ്പോൾ മാനസികമായിട്ട് തകർക്കുക എന്ന തന്ത്രമായിട്ട് പിശാച് കടന്നു വരുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് പകൽക്കാലം നമ്മുടെ മുമ്പാകെ ഇസബേലിന് നേരിട്ട് നിൽക്കാൻ പറ്റത്തില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇസബേലിന് നമ്മുടെ മുമ്പാകെ, അഭിഷേകമുള്ളവന് മുമ്പാകെ നേരിട്ട് നിൽക്കാൻ പറ്റത്തില്ല. ആമേൻ സ്തോത്രം ചെയ്യുന്നു. നേരിട്ട് നിൽക്കാൻ അത് വചനത്തിലൂടെ തന്നെ പറയുവാണെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു, ആമേൻ സ്തോത്രം, മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഭൂതഗ്രസ്തൻ എന്ന് പറയുന്ന ഗദരദേശത്തുള്ള ആ ഭൂതഗ്രസ്തനായ മനുഷ്യനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ സ്തോത്രം ചെയ്യുന്നു. അതിന് തൊട്ട് മുമ്പ് ആ വാക്യം വരുന്നത് എങ്ങനെയാ? അവനെ ആമേൻ സ്തോത്രം ചെയ്യുന്നു പിടിച്ചു കെട്ടുവാൻ ആർക്കും കഴിഞ്ഞില്ല. പക്ഷേ ആമേൻ സ്തോത്രം, കർത്താവായ യേശു കർത്താവ് വന്ന സമയത്ത് ഈ ഭൂതങ്ങൾ അവനോട് ചോദിക്കുന്ന കാര്യമുണ്ട്, നിനക്കും എനിക്കും തമ്മിൽ എന്ത്? ആമേൻ സ്തോത്രം. കർത്താവിനോട് ചോദിക്കുന്ന ചോദ്യം, ഞാൻ ഇത് പറയുവാൻ ആഗ്രഹിച്ചൊരു കാര്യം, അല്ലെങ്കിൽ പറയുവാൻ വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇസബേലിന് നമ്മുടെ മുമ്പിൽ നിൽക്കുവാൻ കഴിയില്ല എന്ന് ആദ്യമേ നമ്മൾ ചിന്തിക്കണം. നമ്മൾ എന്ത് ചെയ്യും? ഇസബേൽ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുക, അവൻ നമ്മളിപ്പോ തകർത്ത് കളയും, നമ്മൾ ഒടിച്ചു കളയും, നമ്മളെ ആമേൻ സ്തോത്രം ഇല്ലായ്മ ചെയ്യുമെന്നുള്ള ചിന്ത ഇന്ന് പകൽക്കാലം എടുത്തു കളയാൻ തയ്യാറാകണം. കാരണം ആമേൻ സ്തോത്രം, തെറ്റിദ്ധാരണയുടെ ആത്മാവാണ് ഇസബേലിന് നേരിട്ട് വരാൻ പറ്റുമായിരുന്നെങ്കിൽ ഇസബേൽ ദൂതനെ അയക്കത്തില്ലായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് പകൽക്കാലം നിങ്ങൾ ആ ഒരു ചിന്തയെ അതുപോലെ തന്നെ ആമേൻ ഏറ്റെടുക്കണം. നമ്മുടെ മുമ്പാകെ ഒരു ഇസബേലിന് നിൽക്കാൻ കഴിയത്തില്ല. പക്ഷേ ആമേൻ സ്തോത്രം, ഇസബേലിന്റെ ഒരു പ്രത്യേകതയാണ്, ശാരീരികമായിട്ടോ നമ്മളെ തകർക്കാൻ പറ്റിയില്ലെങ്കിലും മാനസികമായിട്ട് നമ്മളെ തകർക്കുക എന്നൊരു തന്ത്രം. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ആമേൻ സ്തോത്രം ചെയ്യുന്നു, നേരിട്ട് നേരിടാൻ കഴിയാത്തത് കൊണ്ട് ചില വളഞ്ഞ വഴികളിലൂടെ നമ്മുടെ ജീവിതത്തിലോട്ട് കടന്നു വരുന്നത് ഇസബേൽ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. പ്രിയരെ, നമ്മുടെ ആത്മീക മേഖലയിലും ആമേൻ സ്തോത്രം, നേരിട്ട് ഇടപെടുവാൻ കഴിയാത്ത ചില മേഖലയിൽ വളഞ്ഞ വഴിയിലൂടെ നമ്മെ കൊടുക്കുന്ന ഒരു ആത്മാവാണ് ഇസബേലിന്റേത്. ആമേൻ സ്തോത്രം. ഇവിടെ ഒരു കാര്യം ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അഭിഷേകമുള്ളവനെ ഒതുക്കുവാൻ ആർക്കും കഴിയുകയില്ല എന്നുള്ളത് ദൈവവചന അടിസ്ഥാനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന സമയത്ത് അവക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ സ്തോത്രം, നീ തെരഞ്ഞെടുക്കപ്പെട്ടവളാ. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ആമേൻ സ്തോത്രം, ദൈവത്തിന്റെ കൈ ഏലിയാവിന്റെ കൂടെ ഉണ്ടെന്ന് ആർക്കറിയാം? ഇസബേലിന് അറിയാം. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, 19-ാം അധ്യായം 1-ാമത്തെ വാക്യം തുടങ്ങുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഏലിയാവ് ചെയ്തതൊക്കെയും ആഹാബ് പോയിട്ട് ഇസബേലിനോട് പറഞ്ഞതാ, അല്ലെ? അപ്പൊ ആഹാബ് എല്ലാ കാര്യങ്ങളും അവിടെ പറഞ്ഞത്, ആമേൻ സ്തോത്രം ചെയ്യുന്നു, രഥത്തിന്റെ മുമ്പാകെ ഓടിയ കാര്യം പറഞ്ഞിട്ടുണ്ടാകും, യഹോവയുടെ കൈ വന്നത് പറഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ആമേൻ സ്തോത്രം ചെയ്യുന്നു, ഏലിയാവ് എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്ത ഓരോ കാര്യങ്ങളും അവിടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇസബേലിന് അറിയാം യഹോവയുടെ കൈ ഇവന്റെ കൂടെയുണ്ട്. ഞാൻ ആമേൻ സ്തോത്രം, ആ ഒരു ഭാഗത്തെ ചിന്തിച്ചപ്പോൾ ദൈവാത്മാവ് നൽകിയൊരു ചിന്ത എന്ന് പറഞ്ഞാൽ, യഹോവയുടെ കൈ കൂടെയുള്ളവന്റെ പ്രത്യേകത കൂടെ പറഞ്ഞ് ഈ ഒരു മെസ്സേജിന്റെ അവസാന ഭാഗത്തോടെ ഞാൻ വരാൻ ആഗ്രഹിക്കുന്നു. യോശുവ 4-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ ഒരു കാര്യം കാണുന്നു. ആമേൻ, യഹോവയുടെ കൈ ശക്തിയുള്ളതാ. ആമേൻ സ്തോത്രം ചെയ്യുന്നു. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ശക്തിയുള്ള യഹോവയുടെ കൈ ഭക്തന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവിടെ തന്നെ കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്.
ചെങ്കടലും യോർദാനും വറ്റിച്ചത് യഹോവയുടെ ശക്തിയുള്ള കയ്യാ. ഇത് ഇസബേലിന് അറിയാം. നമ്മുടെ ജീവിതത്തില് അമേൻസ്വരം യഹോവയുടെ കരം വ്യാപരിക്കുന്ന സമയത്ത് കര കവിഞ്ഞൊഴുകുന്ന ചെങ്കടലിനെയും യോർദാനെയും വറ്റിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഇസബേലിന് അറിയാം. അതുകൊണ്ടാ പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതൽ നടക്കുവാൻ തടസ്സമായിട്ട് ഇസബേൽ ചില വളഞ്ഞ വഴികളിലൂടെ ജീവിതത്തിലൂടെ കടന്നു വരുന്നത്. അടുത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, യഹോവയുടെ ബലമുള്ള കൈ അടിമ വീട്ടിൽ നിന്ന് പുറപ്പെടുവിച്ചു. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ഞാനൊരു കാര്യം വിളിച്ചു പറയട്ടെ. യഹോവയുടെ ബലമുള്ള കൈ അടിമ നുഖത്തിൽ ഇടുന്നതല്ല, അടിമ നുഖത്തെ പൊളിക്കുന്നതാണെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് വ്യക്തമായി ചില പ്രിയമുള്ളവരോട് പറയുന്നു, ചില അടിമ നുഖത്തെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പൊളിക്കുമ്പോൾ കാലാകാലങ്ങളായിട്ട് നാം ചിലതിന് അടിമകളായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തോട്ട് വരുവാൻ കഴിയാതെ വണ്ണം ഒതുക്കി വെച്ചിരിക്കുന്ന മണ്ഡലത്തെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ വ്യക്തമായ ദൈവ സാന്നിധ്യത്തിൽ അവിടുന്ന് നൽകിയ അഭിഷേകത്തോട് കൂടിയിട്ട് ദൈവാത്മാവിൽ കൽപ്പിക്കുമ്പോൾ ഇന്ന് ചില കുടുംബത്തിന്റെ അകത്തു നിന്ന് അടിമത്തിന്റെ മുഖം തകർക്കുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് ആലോചന കൈമാറുമ്പോൾ യഹോവയുടെ കൈ ബലമുള്ളതാണേൽ, നമ്മുടെ കുടുംബത്തിന്റെ അകത്ത് യഹോവയുടെ കൈ ബലമുള്ളതാണെങ്കിൽ, അവിടെ നിന്ന് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. യഹോവയുടെ കൈ ബലമുള്ളതിന് പകരമായിട്ട് ഇസബേലിന്റെ കരമാണ് നമ്മുടെ കുടുംബത്തിന്റെ അകത്ത് ഇന്ന് ബലമുള്ളതെങ്കിൽ അവിടെ ദൈവപ്രവൃത്തി നടക്കത്തില്ല കേട്ടോ. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ദൈവത്തിന്റെ സ്ഥാനം മറ്റേതെങ്കിലും മേഖലകൾക്ക് പോയിട്ടുണ്ടെങ്കിൽ, അമേൻ സ്തോത്രം ചെയ്യുന്നു, വചനത്തിലൂടെ തന്നെ ഞാൻ പറയുന്നു, അമേൻ സ്തോത്രം ചെയ്യുന്നു, ദൈവത്തിന്റെ സ്ഥാനം മറ്റേതെങ്കിലും മേഖലകൾക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അവിടെ വാഴുന്നത് ദൈവമല്ല. അമേൻ സ്തോത്രം ചെയ്യുന്നു, നമ്മൾ വീണ്ടും അടിമനുഖത്തിലായി പോകും. ആരുടെ അടിമനുഖം? ഇസബേലിന്റെ അടിമനുഖം. ഞാൻ അവിടെ നിന്ന് വേഗത്തിൽ മുന്നോട്ട് കടന്നു പോകട്ടെ. യഹോവയുടെ കൈ ബലമുള്ളത് ആയിരിക്കാൽ അത് അടിമ വീട്ടിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുവരും. അടുത്തൊരു പ്രത്യേകത, അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ ഒരു കാര്യമുണ്ട്. ഈ കർത്താവിന്റെ കൈ ഉള്ളത് കൊണ്ട് പലരും എന്താക്കി? വിശ്വസിച്ചു. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, കർത്താവിലോട്ട് പലരും എന്തായി? കർത്താവിന്റെ കൈ ശക്തമായതുകൊണ്ട് പലരും കർത്താവിലോട്ട് തിരിഞ്ഞു. നമ്മളോടൊന്ന് ചോദിച്ചേ, നമ്മൾ തിരിഞ്ഞേക്കുവാണോ അതോ അകന്നേക്കുവാണോ? ശാന്തമായിട്ട് ഞാൻ പറയട്ടെ പ്രിയരെ, ഏതെങ്കിലും മേഖലയിൽ കർത്താവിൽ നിന്ന് നമ്മൾ അകന്നു പോയിട്ടുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയമുള്ളവരെ, ജോലി നിമിത്തമായിട്ട് കർത്താവ് നൽകിയ ജോലിയാ, സ്തോത്രം ചെയ്യുന്നു, പ്രാർത്ഥിച്ചിട്ടൊക്കെയാ നമ്മൾ വാങ്ങിയത്. പക്ഷേ സ്തോത്രം ചെയ്യുന്നു, ജോലി കിട്ടിക്കഴിഞ്ഞ സമയത്ത് ഇപ്പൊ തിരക്കിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു വ്യത്യസ്തമായ രീതിയിൽ ദൈവം ഒരു നന്മ നൽകിയതിന്റെ പേരിൽ സ്തോത്രം ചെയ്യുന്നു, തുടക്കത്തിലൊക്കെ നമ്മുടെ ഈ സക്സസ് ഒക്കെ ആകുന്നതിന് മുമ്പ് വരെ നമുക്ക് ദൈവം വേണം, അല്ലെ? മനസ്സിലാകുന്നുണ്ടെന്ന് ചിന്തിക്കുക. സക്സസ് ആകുന്നതിന് മുമ്പ് വരെ ദൈവം വേണം. ഇന്ന് സക്സസ് ആയ പലരോടും ദൈവത്തെ കുറിച്ച് ചോദിച്ച ദൈവം ആര് എന്നൊരു ചോദ്യമാ. പക്ഷേ ആ ഇസബേലിന്റെ ആത്മാവിനെ ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം കേട്ടോ. സ്തോത്രം ചെയ്യുന്നു. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, കർത്താവിലേക്ക് തിരിയേണ്ട പലതിനെയും ലോകത്തിലോട്ട് തിരിക്കുന്ന ഇസബേലിന്റെ തന്ത്രത്തെ ഇന്ന് പകൽക്കാലം നമ്മൾ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ അകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വ്യാപരിക്കത്തില്ല എന്ന് വളരെ വേദനയോട് കൂടിയിട്ട് ഞാൻ ഇന്ന് പകൽക്കാലം ആലോചന കൈമാറട്ടെ. എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥനയ്ക്ക് പങ്കെടുത്താലും, എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിച്ചാലും ദൈവവുമായിട്ടുള്ള ബന്ധം സ്തോത്രം വേർതിരിഞ്ഞു പോയിട്ടുണ്ടേല, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുന്നു. ഇതിലിരിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ പലരും ഈ സമയത്ത് ലെഫ്റ്റ് ആയാലും എനിക്ക് കുഴപ്പമില്ല. ഒരാളാണെങ്കിലും ഞാൻ വിളിച്ചു പറയും, ദൈവത്തിലോട്ട് തിരിയണം. ദൈവത്തിലോട്ട് തിരിഞ്ഞില്ലേല ഇസബേലിന്റെ ശക്തി ചില പ്രത്യേക മേഖലകളിൽ നമ്മെ ഒതുക്കുമെന്ന് ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം. അവിടെ നിന്ന് വളരെ വേഗത്തിൽ ഞാൻ മുന്നോട്ട് കടന്നു പോകട്ടെ. നമ്മൾ ചിന്തിക്കുന്നത്, ഇസബേലിന് അറിയാം ദൈവത്തിന്റെ കൈ ഏലിയാവിന്റെ കൂടെ ഉണ്ടെങ്കിൽ എന്തൊക്കെ നടക്കുമെന്ന്. അടുത്തൊരു പ്രത്യേകത, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം 10-ാമത്തെ വാക്യം, നീതിയുള്ള വലങ്കൈ ഉള്ളതാണ് നമ്മുടെ ദൈവത്തിന്റെ കൈ. അവിടെ ഒരു വാചകം എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. യഹോവയുടെ വലങ്കൈ അനുകൂലമാണെങ്കിൽ നടക്കുന്ന ചില കാര്യങ്ങൾ. ഒന്നാമത്തെ പ്രത്യേകത, ഭയം മാറ്റുന്നു. രണ്ടാമത്തെ പ്രത്യേകത, കൂടെ നിൽക്കുന്നു. മൂന്നാമത്തെ പ്രത്യേകത, ചില പരിഭ്രമങ്ങളെ മാറ്റുന്നു. അവിടെ നിന്ന് എനിക്കൊരു ആലോചന കൈമാറുവാനുണ്ട്. പരിഭ്രമം എന്ന് പറയുന്നതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന ചില വാക്കുകളുണ്ട്. ഡിസ്മേഡ്, ഡിസ്കറേജ്ഡ്, ആൻഷ്യസ്
ആൻഷ്യസ്, ഫ്രൈറ്റൺ എന്നൊക്കെയാ. പക്ഷെ ഇതിന്റെ മലയാളം അർത്ഥം നോക്കുമ്പോൾ അത് ഇവിടെ ഇരിക്കുന്ന ചിലർക്കുള്ള ദൂത. ആമേൻ. എന്നാന്നറിയാമോ? ഒന്നാമത്തെ പ്രത്യേകത ധൈര്യമില്ലാത്തവനാക്കുക, രണ്ടാമത്തെ പ്രത്യേകത നിരുത്സാഹപ്പെടുത്തുക, ഭീരുവാക്കുക, ആകുലത കൊണ്ടുവരിക, ഇടിച്ച് പൊളിച്ചു കളയുക. എന്ത്? ചിലതിനെ പൊളിച്ചു കളയുന്ന അനുഭവം. ആമേൻ. ഉഗ്ര ഭീതി ഉണ്ടാക്കുക, ആമേൻ. ഞെടുക്കം ഉണ്ടാക്കുക, ഞെട്ടൽ ഉണ്ടാക്കുക, ആമേൻ. പൊളിച്ചു മാറ്റുക, വിസ്മയിപ്പിക്കുക, പരിഭ്രമിപ്പിക്കുക, ഭയം കൊണ്ടുവരിക, ഭീതി കൊണ്ടുവരിക. ഇത്തരത്തിലുള്ള ഇസബേലിന്റെ ശക്തിയെ ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങളുടെ അകത്ത് ഇന്ന് ആമേൻ ഈ പറഞ്ഞ വാക്കുകളിൽ ഏതെങ്കിലും അവസ്ഥ കടന്നു പോകുന്നുവെങ്കിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ മണ്ഡലത്തെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. യഹോവയുടെ വലം കൈ നീതിയുള്ള വലം കൈ. അത് ഭയപ്പെടുത്തുന്ന ആത്മാവല്ല, ഭയം മാറ്റുന്നതാ. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, കൂടെ നിൽക്കാത്തതല്ല, കൂടെ നിൽക്കുന്നതാ. ആമേൻ. പരിഭ്രമപ്പെടുത്തുന്നതല്ല, പരിഭ്രമം മാറ്റുന്നതാ. വ്യക്തമായി മനസ്സിലാകുന്ന ചിന്തിക്കുകയാ. ഈ കാര്യം ആർക്കറിയാം? ഇസബേലിനറിയാം. ആമേൻ. സ്തോത്രം. പക്ഷേ അതിൽ നിന്ന് തെറ്റിപ്പിക്കുവാനുള്ള ഇസബേലിന്റെ തന്ത്രത്തെ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മൾ ഒരുമിച്ച് ബ്രേക്ക് ചെയ്തില്ല എങ്കിൽ ആമേൻ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ചിലതിനെ പൊളിച്ചുകൊണ്ട് നമ്മൾ പണിയും, അത് പൊളിച്ചുകൊണ്ടിരിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? പല കുടുംബത്തിന്റെ അകത്തും നമ്മൾ പല കാര്യങ്ങളും ചെയ്തിട്ട് പൂർത്തീകരണം വരാത്ത എന്നാന്നറിയാമോ? ആമേൻ. സ്തോത്രം ചെയ്യുന്നു. നമ്മൾ അറിയാതെ അടിസ്ഥാനങ്ങൾ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാ. ആമേൻ. ഇന്ന് പകൽക്കാലം എനിക്ക് അവിടെ നിന്നൊരു ദൂത് ഞാൻ ഇങ്ങനെ കൈമാറുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. ആമേൻ. മണലിന്മേൽ വീട് പണിത മനുഷ്യനും, ആമേൻ, പാറമേൽ ആഴത്തിൽ വീട് പണിത മനുഷ്യനും, ആമേൻ സ്തോത്രം, കാറ്റടിച്ചു, തിരമാലകൾ അടിച്ചു, പക്ഷേ ഹല്ലേലൂയ, ആമേൻ സ്തോത്രം ചെയ്യുന്നു, ആഴത്തിൽ അടിസ്ഥാനമുള്ള ക്രിസ്തുവിൽ അടിസ്ഥാനമുള്ളവനെ തകർക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ കൃത്യമായി ആ ദൈവാത്മാവിന്റെ സാന്നിധ്യത്തിൽ ചില വ്യക്തികളോട്, ചില കുടുംബത്തോട് ഞാൻ ഇങ്ങനെ കൈമാറട്ടെ. ആമേൻ. എത്ര വലിയ കഷ്ടങ്ങൾ വന്നാലും, എത്ര വലിയ നഷ്ടങ്ങൾ വന്നാലും, എത്ര വലിയ തകർച്ചകൾ വന്നാലും, എത്ര വലിയ ഏകാന്തതകൾ വന്നാലും, ഇതിനൊന്നിനും കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ പുറകോട്ട് വലിക്കുവാൻ കഴിയുകയില്ല എന്നൊരു പ്രാഗൽഭ്യത്തോടെ പറയാൻ പറ്റൂ. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. ചിലത് ചപ്പെന്നും ചവറെന്നും എണ്ണിയ മനുഷ്യൻ വിളിച്ചു പറയുന്നു, ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. ഈ ലോകത്തിലെ പ്രതികൂലങ്ങൾ സാരമില്ല, ഈ ലോകത്തിലെ ചോദ്യങ്ങൾ സാരമില്ല. അടിസ്ഥാനം ക്രിസ്തുവിലാണേല. ആമേൻ. ഒരു കാറ്റിനും നമ്മെ ആമേൻ സ്തോത്രം ചെയ്യുന്നു നമ്മുടെ അടിസ്ഥാനം ഇളക്കുവാൻ കഴിയുകയില്ല എന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുമ്പോ ആമേൻ ഇന്ന് പകൽക്കാലം ഞാൻ കൃത്യമായിട്ട് ആ ദൈവാത്മാവിൽ ഇങ്ങനെ വിളിച്ചു പറയട്ടെ പ്രിയരെ. ആമേൻ. ജീവിത സാഹചര്യങ്ങളിൽ ചില കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോൾ ആ കൊടുങ്കാറ്റിനെ നോക്കി വിളിച്ചു പറ, യഹോവ എന്റെ ദൈവമാണ്, യഹോവ എനിക്ക് അടിസ്ഥാനമിട്ടവനാണ്. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. ആകാശത്തിനും ഭൂമിക്കും മുമ്പ് ആമേൻ അടിസ്ഥാനമിട്ട ദൈവം, ആമേൻ സ്തോത്രം ചെയ്യുന്നു, നമ്മെ കണ്ട ദൈവം, നമ്മെ ചേർത്ത് പിടിച്ച ദൈവം, ആമേൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് നമ്മെ കണ്ട ദൈവം, ആമേൻ സ്തോത്രം ചെയ്യുന്നു, പിണ്ടാകാരമാകുന്നതിന് മുമ്പ് കണ്ട ദൈവം. ആ ദൈവം ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നു, അടിസ്ഥാനം ക്രിസ്തുവിലായ ഒരു കുടുംബവും തകർന്നു പോകത്തില്ല, അടിസ്ഥാനം ക്രിസ്തുവിലായ ഒരു വ്യക്തിയും തകർന്നു പോകത്തില്ല. എന്നാൽ പകരമായിട്ട് എളുപ്പമാർഗത്തിലൂടെ വീട് പണിതവൻ ആ മണലിൽ മേൽ വീട് പണിതതാ. ചില എളുപ്പ വഴികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് കേട്ടോ. ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണ, കുറുക്ക് വഴികൾ ദൈവത്തിന്റെ പദ്ധതികളല്ല. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കുറച്ച് വേദന തോന്നിയാലും, കുറച്ച് കുത്തല് കൊണ്ടാലും, ആമേൻ പ്രിയമുള്ളവരെ, ദൈവാത്മാവ് സംസാരിക്കുവാൻ പറഞ്ഞ ആലോചന ഞാൻ അതേപോലെ തന്നെ വിളിച്ചു പറയും. ആമേൻ സ്തോത്രം. ഇന്ന് പകൽക്കാലം ജീവിതത്തിൽ ഇസബേലിന്റെ ശക്തി നമ്മളെ ചില പ്രത്യേക മേഖലകളിൽ ഒതുക്കി വെക്കുമ്പോ അതിനെ നമ്മൾ പൊളിച്ചുകൊണ്ട് മുന്നോട്ട് വരണമെങ്കിൽ അടിസ്ഥാനം ക്രിസ്തുവിലായിരിക്കണം. വ്യക്തമാകുന്നുണ്ടെന്ന് ചിന്തിക്കുകയാ. ആമേൻ. അവിടെ നിന്ന് വേഗത്തിൽ ഞാൻ ഇതിന്റെ അവസാന ഭാഗത്തിലോട്ട് വരട്ടെ. ഇസബേലിന് അറിയാം ദൈവത്തിന്റെ കൈ അനുകൂലമാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിടുതലാണ്. പക്ഷേ ഇതൊക്കെ തിരിച്ചറിഞ്ഞ ആമേൻ സ്തോത്രം ചെയ്യുന്നു, ഇതൊക്കെ തിരിച്ചറിഞ്ഞ ആമേൻ ഒരു കാര്യമുണ്ട്. എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം 1-ാമത്തെ വാക്യം, യഹോവയുടെ കൈ പുറപ്പെടുവിച്ചു. ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം ഒരു ദൂതായിട്ട് കൈമാറട്ടെ. ആമേൻ. പല വാക്തത്വമുള്ള പലരും ഇതിനകത്ത് ഇരിക്കുന്നുണ്ടാകും. ആമേൻ. ഞാൻ ആരോട് ഇപ്പൊ വ്യക്തിപരമായി ഇപ്പൊ സംസാരിക്കുക തന്നെ എന്ന് വെച്ചാൽ ഈ മെസ്സേജ് എനിക്ക് കൃത്യമായി പൂർത്തീകരിക്കണം. പക്ഷേ അവൻ വ്യക്തിപരമായി പേര് വിളിച്ചില്ലേലും ഈ പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. യഹോവയുടെ കൈ നമ്മുടെ മേൽ വന്നാൽ ചില പുറപ്പാടിന്റെ സമയമാകട്ടോ. യഹോവയുടെ കൈ നമ്മുടെ മേൽ വരുന്ന സമയത്ത് ആമേൻ ചില അടിമ വീട്ടിൽ നിന്ന് ആമേൻ വാക്തത്വ കനാനിലോട്ടുള്ള പുറപ്പാട് പോലെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ
പരിശുദ്ധാത്മാവ് ചിലരോട് ആലോചന കൈമാറുന്നു. സാഹചര്യങ്ങൾ വ്യത്യസ്തമാകുമ്പോഴും ആമേൻ സ്തോത്രം വാക്തത്വം പറഞ്ഞ ദൈവം അത് മാറാത്ത ദൈവമാണെങ്കിൽ ചിലരോട് പുറപ്പെടുവാൻ തയ്യാറാകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുന്നു. എങ്ങനെ? ദൈവത്തിന്റെ കൈ ഉള്ളവന് വേണ്ടി മാത്രം, ആമേൻ സ്തോത്രം ദൈവം കൂടെയുള്ളവന് വേണ്ടി മാത്രം, യഹോവ ദൈവമായിരിക്കുന്നവന് വേണ്ടി മാത്രം, യഹോവയിൽ ആശ്രയിക്കുന്നവന് വേണ്ടി മാത്രം, കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവന് വേണ്ടി മാത്രം. ഇത് ചുമ്മാതെ എല്ലാവർക്കും കിട്ടുന്ന പരിപാടിയല്ല. അവന്റെ ക്രിസ്തീയ ജീവിതം ലോട്ടറി ടിക്കറ്റ് അല്ല കേട്ടോ. അമേൻ സ്തോത്രം ചെയ്യുന്നു. ഇത് അമേൻ സ്തോത്രം നാളെയാണെന്ന് പറഞ്ഞ് ഭാഗ്യം പരീക്ഷിക്കുവാനുള്ള പരിപാടി അല്ലെന്ന് ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം. കർത്താവായ യേശു ക്രിസ്തു അടിസ്ഥാനമായിരിക്കുന്നവന് പുറപ്പാടുണ്ട്. എല്ലാവർക്കും പുറപ്പാടില്ല. ആമേൻ സ്തോത്രം മനസ്സിലാകുന്നുണ്ടെന്ന് ചിന്തിക്കുക. പെട്ടെന്ന് ഞാൻ മുന്നോട്ട് പോകട്ടെ, എനിക്ക് ഇതിന്റെ അവസാന ഭാഗത്തോട്ട് വരണം. ആമേൻ സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ വരുന്ന സമയത്ത് ഇതൊക്കെ അറിയുന്നതാ ആരാ? പുറപ്പാടുണ്ടെന്നുള്ള കാര്യം ഇസബേലിന് അറിയുന്നത് കൊണ്ടാ പ്രിയരെ ഓടിയവനെ തളർത്തിയതാ. മനസ്സിലാക്കുന്നുണ്ടോ? ആമേൻ സ്തോത്രം ചെയ്യുന്നു. ഈ ഇസബേലിന്റെ ശക്തിയാ നമ്മുടെ പല കുടുംബത്തിന്റെ അകത്തും സ്വസ്ഥത കളഞ്ഞുകൊണ്ട് ഇന്ന് ആയിരിക്കുന്നത്. അവക്കറിയാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ആമേൻ സ്തോത്രം ചെയ്യുന്നു, നിന്റെ വിളിയെ ചോദ്യം ചെയ്യാൻ അവർക്ക് പറ്റത്തില്ല. പക്ഷെ അവൾ എന്ത് ചെയ്യും? നിന്റെ ഐഡന്റിറ്റിയെ ചോദ്യം ചെയ്യും, നിന്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യും. ചിലരങ്ങനെയാ ഈ മീറ്റിംഗിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഡള്ളസിലാണെങ്കിലും ആമേൻ സ്തോത്രം കേരളത്തിലാണെങ്കിലും ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും ഇന്ന് ചില ഐഡന്റിറ്റി ക്രൈസിസിലൂടെ കടന്നു പോകുന്ന ഒരു കൂട്ടം ആളുകൾ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് വ്യക്തമായ എനിക്കൊരു ബോധ്യമുണ്ട്. ആമേൻ സ്തോത്രം ചെയ്യുന്നു. ആമേൻ സ്തോത്രം ചെയ്യുന്നു. ഐഡന്റിറ്റി ക്രൈസിസ്, ആമേൻ സ്തോത്രം യാതൊരു വ്യക്തിത്വവും ഇല്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് പോലെ ആമേൻ സ്തോത്രം ചിലരെ അങ്ങനെ ആക്കുന്നതാ ഇസബേലിന്റെ തന്ത്രം. ഇന്ന് പകൽക്കാലം ആമേൻ സ്തോത്രം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ സ്തോത്രം ചെയ്യുന്നു, വിളിയുള്ളവന്റെ ഐഡന്റിറ്റിയെ തകർക്കുക എന്നുള്ളതാ ഇസബേലിന്റെ തന്ത്രമാ. ഞാൻ അവിടെ നിന്ന് വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. രണ്ടാമത്തെ പ്രത്യേകത, ആമേൻ സ്തോത്രം മാനസികമായിട്ട് ഇവനെ അങ്ങ് തകർക്കും. ആ സമയത്ത് ആമേൻ സ്തോത്രം ചെയ്യുന്നു ഏലിയാവ് പറഞ്ഞ 4 ചോദ്യങ്ങൾ. ആമേൻ സ്തോത്രം ഞാൻ ഒറ്റയ്ക്കാണ്, എന്റെ പിതാക്കന്മാരെക്കാൾ ഞാൻ നല്ലതല്ല, എല്ലാം ഞാൻ അവസാനിപ്പിക്കുക, ജീവനെ എടുക്കണം. 4 കാര്യം. ഈ 4 കാര്യങ്ങളിലെ പല കാര്യങ്ങളും നമ്മളും പറയുന്നതാ. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞ ആമേൻ സ്തോത്രം ചെയ്യുന്നു, പലപ്പോഴും നമ്മൾ ഒറ്റയ്ക്കാന്നൊരു ചിന്ത നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുക. രണ്ടാമത്തെ പ്രത്യേകത, ഇത് കുടുംബത്തിന്റെ അകത്ത് കുഞ്ഞുങ്ങളുടെ ആത്മീയ ജീവിതത്തെ കൊല്ലുന്ന ഒരു ഇസബേലിന്റെ ശക്തിയാ. എന്നാന്ന് വെച്ചാൽ ആമേൻ സ്തോത്രം ഇവിടെ പറഞ്ഞ വാചകം ഇങ്ങനെയാ, എന്റെ പിതാക്കന്മാരെ പോലെ ഞാൻ നല്ലവനല്ല. നമ്മുടെ കുഞ്ഞുങ്ങളോട് ഏതെങ്കിലും മേഖലയിൽ നീ നല്ലവനല്ല എന്ന് പറഞ്ഞ ഏതെങ്കിലും മാതാപിതാക്കൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുന്നുവെങ്കിൽ കുഞ്ഞിനോട് പോയി പറയണം പറഞ്ഞത് തെറ്റാണെന്ന്. അതേ സമയത്ത് ആമേൻ സ്തോത്രം ഏതെങ്കിലും കുഞ്ഞുങ്ങളെ ഏതെങ്കിലും യൗവനക്കാരന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മാതാപിതാക്കൾ നല്ലതല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആമേൻ സ്തോത്രം ഇതിനേക്കാളും നല്ലത് മറ്റുള്ളവരുടെ മാതാപിതാക്കളെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരും ഇവരുമായിട്ട് ഏതെങ്കിലും മേഖലകളിൽ കുഞ്ഞുങ്ങളോ മാതാപിതാക്കളോ സഹോദരി സഹോദരങ്ങളോ കർത്താവിന്റെ ദാസന്മാരോ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ജീവിതത്തിൽ കമ്പാരിസൺ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായ ആലോചന കൈമാറുന്നു. കമ്പാരിസൺ എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയല്ല. കമ്പാരിസൺ എന്നുള്ളത് ഒരുപക്ഷെ ചില ശുശ്രൂഷകന്മാർ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടാകും. നിങ്ങളെക്കാട്ട് ശക്തമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടാകും, നിങ്ങളെക്കാട്ട് ശക്തമായിട്ട് ഉപയോഗിക്കാത്ത ആളുകളും ഉണ്ടാകും. പക്ഷേ നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങളുടെ ശുശ്രൂഷയെയും അവരെയും ഇവരെയായിട്ട് കമ്പയർ ചെയ്ത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാചകമുണ്ട്, അവരും ഇവരെയും നോക്കി ജീവിക്കാനുള്ളതല്ല ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതം ക്രിസ്തുവിനെ നോക്കുവാനുള്ളതാ. മനസ്സിലാകുന്നുണ്ടോ? ആമേൻ സ്തോത്രം ചെയ്യുന്നു. അവിടെ നിന്ന് ആമേൻ സ്തോത്രം ചെയ്യുന്നു. ഈ ഇസബേലിന്റെ ശക്തിയാ പ്രിയരെ പല കുടുംബത്തിന്റെ അകത്ത് നിന്ന് കമ്പാരിസൺ കൊണ്ടുവരുന്നത്, കുടുംബ ബന്ധങ്ങളുടെ അകത്ത് കമ്പാരിസൺ കൊണ്ടുവരുന്നത്. ആമേൻ സ്തോത്രം ചെയ്യുന്നു. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ആമേൻ സ്തോത്രം ചെയ്യുന്നു, ഇത് തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള, പക്ഷെ ദൈവാത്മാവ് പറയുന്ന ഒരു കാര്യമാണ്. ഏതെങ്കിലും കുടുംബത്തിന്റെ അകത്ത് ആമേൻ സ്തോത്രം ചെയ്യുന്നു ഭാര്യ ഭർത്താക്കന്മാര് കമ്പാരിസൺ ചെയ്യുന്നുണ്ടേല ഇന്ന് പകൽക്കാലം അത് നിർത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുക. ആമേൻ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ആ കാര്യങ്ങൾ അധികം അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അവൻ അവിടെ നിന്ന് മുന്നോട്ട് പോവുക. ഈ ആമേൻ സ്തോത്രം ചെയ്യുന്നു മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു കാര്യം ഞാൻ ഇങ്ങനെ പറയട്ടെ, അവൻ ബാലിന്റെ 850 പ്രവാചകന്മാരെ അടിച്ചിട്ടവനെ ഇപ്പോ തകർത്തത് ഒരൊറ്റ ദൂതനാ. മനസ്സിലാകുന്നുണ്ടോ? ബാലിന്റെ 850. ഇന്നലെ വരെ നമ്മളെ എത്ര എണ്ണത്തെ അടിച്ചിട്ടെന്നോ, ഇന്നലെ വരെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് എത്ര മറുപടി കിട്ടിയെന്നുള്ള കാര്യമല്ല, ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിടുതൽ നടക്കുന്നുണ്ടോ? ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കും നമ്മുടെ കുടുംബത്തിന്റെ അകത്ത് വിടുതൽ നടക്കുന്നില്ല. ഇന്നലത്തെ സാക്ഷ്യം കൊണ്ട് കാര്യമില്ല. ഞാനൊരു കാര്യം ഇങ്ങനെ ശാന്തമായിട്ട് പറയാം, ഇന്നലത്തെ സക്സസ് കൊണ്ട് നാളെയെ അളക്കാൻ പറ്റത്തില്ല. ഇന്ന് അനുദിനം നമുക്കൊരു പുതുക്കം ആവശ്യമാണ്. മനസ്സിലാകുന്നുണ്ടെന്ന് ചിന്തിക്കുക. ആമേൻ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം, ഒരു പുറപ്പാടുണ്ട് എന്നൊരു കാര്യം ആർക്കറിയാം? ഇസബേലിനറിയാം.
നമ്മളിലും പലർക്കും പല പുറപ്പാടുകൾ ഉണ്ടെന്ന് ഇസബേലിന് അറിയുന്നത് കൊണ്ട് ആ പുറപ്പാടിന് തടസ്സമായിട്ട് ചില കാര്യങ്ങൾ വരുന്നത് മനസ്സിലാകാമെന്ന് ചിന്തിക്കുന്നു. ഞാൻ അവിടെ നിന്ന് വേഗത്തിൽ മുന്നോട്ട് കടന്ന് പോകട്ടെ. അമിത്രം ഇസബേല് വാക്കുകൊണ്ട് മാത്രം കാര്യങ്ങൾ ചെയ്യുന്നതാ. അമ്മ ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇസബേലിന് നമ്മുടെ മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ആ ദൂതനെ അയച്ചേ. ഇന്ന് പകൽക്കാലം ജീവിതത്തിൽ അമേൻസോർ നേരിട്ട് വരാതെ ഏതെങ്കിലും ദൂതന്മാര് നമ്മെ ഏതെങ്കിലും മേഖലകൾ പിടിച്ചു കുലുക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം മനസ്സിലാകണം, നാവിന്റെ മേലൊരു അധികാരം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ നിങ്ങൾ ആ ഒരു അധികാരം ഉപയോഗിക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ 21 ദിവസത്തെ നീണ്ട ദിവസങ്ങൾ വേണ്ട, 7 ദിവസത്തെ പ്രാർത്ഥനകൾ വേണ്ട, ഈ സെക്കൻഡിൽ തന്നെ യേശുവിന്റെ അധികാരം എടുത്ത അമേശ്വരം ആ ഇസബേലിന്റെ തന്ത്രത്തെ അമേശ്വരം ബ്രേക്ക് ചെയ്യുവാൻ തയ്യാറാകുന്നുവെങ്കിൽ അധികാരമുള്ള പ്രിയമുള്ളവരെ, അഭിഷേകമുള്ള പ്രിയമുള്ളവരെ ഞാൻ എൻകറേജ് ചെയ്യുന്നു, ഞാൻ നിങ്ങളോട് ചലഞ്ചായിട്ട് പറയുന്നു, ഈ സമയത്ത് വിളിച്ചു പറ, ഒരു ഇസബേലിന്റെ ശക്തിയുമല്ല എന്റെ കുടുംബത്തിന്റെ അകത്ത് വാഴുന്നത്, ഒരു ഇസബേലിന്റെ ശക്തിയുമല്ല എന്റെ തലമുറയുടെ അകത്ത് വാഴുന്നത്. ഈ സമയത്ത് അസാധാരണമായ ദൈവത്തിന്റെ ഒരു സാന്നിധ്യം പല കുടുംബത്തിന്റെ അകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അന്യഭാഷകളിൽ ആരാധിച്ചുകൊണ്ട് പറ, ഇസബേലിന്റെ തന്ത്രങ്ങൾ അത് എന്റെ ദൈവം ഇന്ന് പകൽക്കാലം അഴിക്കുന്നുവെന്ന് അമേൻ സ്തോത്രം ചെയ്യുന്നു. പ്രാഗൽഭ്യത്തോടെ പറയുമ്പോൾ ഈ മെസ്സേജിന്റെ അവസാന ഭാഗങ്ങളോട്ട് വരുമ്പോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം ഓർക്കുന്നു, ദൂതനെ വെട്ടണമെങ്കിൽ ദൈവത്തിന്റെ ശക്തി വേണം. പക്ഷെ ദൈവാത്മാവ് എന്നോട് സംസാരിച്ചൊരു കാര്യം, 5-ാമത്തെ വാക്യം, മനുഷ്യന്റെ ദൂതനെ വെട്ടുവാൻ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി. മനസ്സിലാകുന്നുണ്ടോ? അവൻ മനുഷ്യൻ അയച്ച ദൂതനെ വെട്ടുവാൻ സ്വർഗസ്ഥനായ എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ചുവെന്ന് ഇന്ന് പകൽക്കാലം ഇതൊരു ദൂതായിട്ട് ഏറ്റെടുക്കുന്ന പ്രിയമുള്ളവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുന്നു. മാനുഷികമായ ചില ദൂതകളാ നിന്നെ തളർത്തുമ്പോ ഇന്ന് പകൽക്കാലം നിന്നെ ശക്തീകരിക്കുന്ന സ്വർഗസ്ഥനായ ദൈവത്തിന്റെ ദൂതൻ നമ്മുടെ വിഷയത്തിന് മതി ഇറങ്ങുവാൻ പോകുന്നുവെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുമ്പോൾ ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ഒരു പ്രാഗൽഭ്യത്തോടെ പറയാൻ പറ്റും, അവൻ മാനുഷികമായ ദൂതൻ എന്നെ ഒതുക്കി വെച്ചിരിക്കുന്ന മണ്ഡലത്തിൽ നിന്ന് എന്നെ തട്ടി ഉണർത്തുന്നത് ആ സ്വർഗസ്ഥനായ ദൂതൻ. മനസ്സിലാകുന്നുണ്ടോ? അമീൻസ് ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ 5-ാമത്തെ വാക്യത്തിൽ കാണുന്ന ഒരു കാര്യമുണ്ട്, സഡൻലി, പെട്ടെന്ന് അവൻ ദൈവത്തിന്റെ ഒരു പദ്ധതി പെട്ടെന്ന്. പ്രിയരെ, അമീൻസ് തളർന്നിരിക്കുന്ന പ്രിയമുള്ളവരോട് ഞാനൊരു ദൂതായിട്ട് ഇങ്ങനെ കൈമാറാം. അവൻ ജീവിതത്തിലെ ചില പ്രത്യേക മേഖലകളിൽ തളർന്ന് എല്ലാം അവസാനിച്ചിരിക്കുമ്പോ പെട്ടെന്ന് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ പോകുന്നത്. പെട്ടെന്ന്, ഈ വാക്ക് നിങ്ങൾ മറക്കല്ലേ, പെട്ടെന്ന് അമേൻ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി പെട്ടെന്ന് വരുന്നത്. അവൻ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ 120 പേര് കൂടിയിരിക്കുമ്പോൾ പെട്ടെന്ന് കൊടിയൊരു കാറ്റ് അടിച്ചു. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. നമ്മൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ പെട്ടെന്ന് ദൈവത്തിന്റെ ഒരു കാറ്റ് ചില കുടുംബത്തിന്റെ അകത്ത് വ്യാപരിക്കുവാൻ പോകുന്നു. അവൻ ചിലരുടെ ശുശ്രൂഷകളിൽ ദൈവത്തിന്റെ ഒരു കാറ്റ് വ്യാപരിക്കുവാൻ പോകുന്നു. ചില വ്യക്തി ജീവിതങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ ഒരു കാറ്റ് ഇന്ന് പകൽക്കാലം വ്യാപരിക്കുവാൻ പോകുന്നുവെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുമ്പോ അമീൻ ശ്രദ്ധിക്കുന്നു. എന്നെ ഇന്നലെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്, എന്നറിയാമോ? സങ്കീർത്തനം 91:11, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിനാ അവൻ തന്റെ ദൂതന്മാരോട് നിന്നെ കുറിച്ച് കൽപ്പിക്കും. ഇന്ന് പകൽക്കാലം അമീൻ സ്തോത്രം ചെയ്യുന്നു. ഇതിലിരിക്കുന്ന ഒന്നിനെയും അമീൻ ഇസബേലിനെ തൊടാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാ? അമീൻ ഇസബേല് നമുക്ക് എതിരെ നിൽക്കുന്ന സമയത്ത് തന്നെ ദൈവം തന്റെ ദൂതനെ അമീൻ ഇസബേലിന്റെ ശക്തി നമ്മുടെ അടുക്കൽ എത്തുന്നതിന് മുമ്പ് തന്നെ അമീൻ പുറപ്പെടുവിക്കുന്നത് പോലെ അസാധാരണമായ ദൈവത്തിന്റെ ഒരു സംരക്ഷണം ഇന്ന് പകൽക്കാലം പല കുടുംബത്തിന്റെ അകത്തും വരുന്നുവെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. അമീൻ ഒരു ഇസബേലിന്റെ ശക്തിക്കും നമ്മുടെ കുടുംബത്തിന്റെ അകത്തോട് ഇനി കയറാൻ പറ്റത്തില്ല. അമീൻ സ്തോത്രം ചെയ്യുന്നു. ഒരു പരാജയത്തിന്റെ കഥകൾക്കും ഇനി നമ്മുടെ കുടുംബത്തിന്റെ അകത്തോട്ട് കയറുവാൻ പറ്റത്തില്ല. ഇന്ന് പകൽക്കാലം അമീൻ ദൈവം തന്റെ ദൂതനെ നമുക്ക് ചുറ്റും അയക്കുമ്പോ ഒരു കാര്യം കൂടെ ഞാൻ വചനത്തിൽ നിന്ന് വിളിച്ചു പറയാം. ഒരു ദൂതൻ ഇറങ്ങിയ സമയത്ത് അന്ന് 1,80,000-ൽ പരം ശത്രുക്കൾ വീണുവെങ്കിൽ ഒന്ന് നിങ്ങൾ ആത്മക്കണ്ണിൽ കണ്ടു നോക്കിക്കേ, നിങ്ങളുടെ വീടിന് ചുറ്റും ദൂതന്മാർ നിൽക്കുന്നതാ. കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ജോലി ചെയ്യുന്നിടത്താ, അമേൻ സ്തോത്രം ചെയ്യുന്നു, നിങ്ങൾ ആയിരിക്കുന്ന ശുശ്രൂഷയില ഒരു ദൂതൻ ഇറങ്ങിയ 1,80,000-ലധികം ആമേൻ സ്തോത്രം ചെയ്യുന്നു ശത്രുക്കളെ ഇല്ലായ്മ ചെയ്തെങ്കിലാ, ചുറ്റും ദൂതന്മാർ കാവൽ നിന്നാലാ
ഞാനൊരു കാര്യം പറയാം, അതൊരു ബുള്ളറ്റ് പ്രൂഫ് ആകട്ടോ. അമേൻ സ്തോത്രം. ഈ ബുള്ളറ്റ് പ്രൂഫിന് ഒരു പ്രത്യേകതയുണ്ട്. എന്നാ? അമേൻ സ്തോത്രം ചെയ്യുന്നു. അത് മാനുഷികമായ ബുള്ളറ്റ് പ്രൂഫ് അല്ല, ദൈവികമായ കവചമാ. ഇന്ന് പകൽക്കാലം മനസ്സിലാകുന്നുണ്ടോ? ആ ദൈവികമായ കവചത്തിനകത്തോട്ട് ഒരു ശത്രുവിനും കടക്കുവാൻ കഴിയത്തില്ലെന്ന്, ഒരു ഇസബേലിനും കടക്കുവാൻ കഴിയുകയില്ല എന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന പറയുമ്പോ ദൈവമക്കളെ, അമേൻ സ്തോത്രം, നാം ചുമ്മാ മിണ്ടാതിരിക്കല്ല കേട്ടോ. നമുക്ക് ചുറ്റുമുള്ളതാ ദൈവത്തിന്റെ ദൂതഗണങ്ങളാ. അമേൻ സ്തോത്രം ചെയ്യുന്നു. ആ ദൂതന്മാർ ഇന്നും നമുക്ക് വേണ്ടി അമേൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോ ഞാനൊരു കാര്യം ഇങ്ങനെ കൈമാറുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. അമേൻ സ്തോത്രം ചെയ്യുന്നു. അമേൻ ദൈവത്തിന്റെ അധികാരമുള്ള അമേൻ അഭിഷേകമുള്ള പ്രിയമുള്ളവരോട് അമേൻ സ്തോത്രം, ഞാൻ ദൈവാത്മാവിൽ ഇങ്ങനെ ഒരു കാര്യം പറയുന്നു. ഒളിച്ചിരിക്കുകയാണെങ്കിൽ പുറത്തു വരുവാനുള്ള സമയമായിരിക്കുന്നുവെന്നൊരു സൂചനയാ ദൂതന് പറയുവാനുള്ളത്. ഇന്ന് ഏതെങ്കിലും മേഖലയിൽ ഒളിച്ചിരിക്കുകയാണെങ്കിൽ ഇത് തന്നെയാണല്ലോ ഗിദെയോന്റെ ജീവിതത്തിലും സംഭവിച്ചത്. നമ്മൾ ഒരിക്കലും അത് ചിന്തിച്ചതാ. അമേൻ സ്തോത്രം ചെയ്യുന്നു. അമേൻ സ്തോത്രം. ശത്രുക്കൾ പലതും എടുത്തുകൊണ്ട് പോകാൻ നിൽക്കുന്ന സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനെ വന്ന് വിളിക്കുന്ന ഒരു പേരുണ്ട്, പരാക്രമശാലിയെ. ഇന്ന് പകൽക്കാലം ഇതിന്റെ അകത്ത് ഒളിച്ചിരിക്കുന്ന ചിലരെ നോക്കി, അമേൻ സ്തോത്രം, തകർന്നിരിക്കുന്ന ചിലരെ നോക്കി ദൂതനൊന്ന് തലോടുകയാ. ദൂതന്റെ തലോടലിന് ഒരു പ്രത്യേകതയുണ്ട്. എന്നാ പ്രിയമുള്ളവരെ ദൂതന്റെ തലോടലിന്റെ പ്രത്യേകത? സന്ധി സിസ്റ്ററെ, ഞാനൊരു 5 മിനിറ്റ് മുന്നോട്ട് പോയ കുഴപ്പമുണ്ടോ? അല്ല എങ്കിൽ കറക്റ്റ് ഞാൻ 7 ഓക്കെ ഓക്കെ ഓക്കെ. അമേൻ സ്തോത്രം ചെയ്യുന്നു. കാരണം എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാര്യം ഇന്ന് പൂർത്തീകരിക്കുമ്പോൾ നമ്മുടെ പല കുടുംബത്തിനകത്തൊരു വിടുതൽ. അതുകൊണ്ട് അല്പസമയം ഞാൻ മുന്നോട്ട് എടുക്കുന്നത്. അമേൻ സ്തോത്രം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, അമേൻ സ്തോത്രം ചെയ്യുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. കറക്റ്റ് 7:30 ആകുമ്പോൾ ഞാൻ നിർത്തും. അമേൻ സ്തോത്രം ചെയ്യുന്നു. അല്ല എങ്കിൽ നമ്മൾ അല്പസമയം കൂടി ഒന്ന് മുന്നോട്ട് പോകുമ്പോൾ ചില കാര്യങ്ങൾ കൂടെ നമുക്ക് തുറന്ന് സംസാരിക്കാനുണ്ട്. അമേൻ സ്തോത്രം. അങ്ങനെ മുന്നോട്ട് വരുന്ന സമയത്ത് ഈ ദൂതൻ വന്നത് ചുമ്മാതല്ല. ഞാനൊരു കാര്യം വിളിച്ചു പറയാം. ദൂതൻ വന്ന സമയത്ത് അവിടെ ചെയ്തൊരു കാര്യമുണ്ട്. ദൂതൻ എന്താ കൊണ്ടുവന്ന? ചൂടുള്ള അമേൻ സ്തോത്രം ഒരു സംഭവമായിട്ടാണ് വരുന്നതാ. ഇന്ന് പകൽക്കാലം ഞാൻ അവിടെ നിന്ന് ഒരു കാര്യം പറയാം. കനലിന്മേൽ ഒരു അട. അമേൻ സ്തോത്രം ചെയ്യുന്നു. ഈ ചുട്ട എന്ന് പറയുന്ന, ചൂട് എന്ന് പറയുന്ന വാക്ക് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. അമേൻ ജീവിതത്തിലെ ചില പ്രത്യേക മേഖലകളിൽ തണുത്തിരിക്കുന്ന, ജീവിതത്തിൽ ചില പ്രത്യേക മേഖലകളിൽ മരവിച്ചിരിക്കുന്ന, ജീവിതത്തിൽ ചില പ്രത്യേക മേഖലകൾ മുന്നോട്ട് കടന്നു പോകുവാൻ കഴിയാത്തവണമായിരിക്കുന്ന പ്രിയമുള്ളവർ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ചൂടുള്ള കനലപ്പം, അമേൻ സ്തോത്രം, കനലിൽ ചുട്ടെടുത്ത അട കൊണ്ട് തന്നുകൊണ്ട് ആ ദൂതൻ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. അമേൻ സ്തോത്രം. എന്നാന്നറിയാമോ? ജീവിതം മൊത്തം തണുത്തിരിക്കുക. ചിലർ അങ്ങനെയാ. ഈ മീറ്റിംഗിൽ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരൊക്കെ അങ്ങനെയാ. അമേൻ ജീവിതത്തിൽ വല്ലാതെ മരവിച്ചിരിക്കുക. ചിലത് കണ്ട് പേടിച്ചിട്ട്, ചിലതിനെ കുറിച്ച് ചിന്തിച്ചിട്ട്. പക്ഷെ ഇന്ന് പകൽക്കാലം ദൂതൻ ഒരു കാര്യം കൈമാറുവാനുണ്ട്. ദൂതൻ ചുമ്മാതെ വന്നതല്ല. അവൻ എന്തിനെന്നറിയാമോ? ദൂതന് ചില ചൂട് പിടിപ്പിക്കുവാനുണ്ട്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവാകുന്ന ദൂതൻ നമുക്ക് മധ്യ ഇറങ്ങി വരുന്ന സമയത്ത് മരിച്ചിരിക്കുന്ന അവസ്ഥകളില്, അവൻ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട അവസ്ഥകളില് ചൂട് പകരുമ്പോ അവൻ ചിലരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം സംസാരിക്കുന്നു. ഇപ്പോ ശരീരത്തിന്റെ അകത്തൊരു ചൂട് ചിലർക്ക് തട്ടുകയാ. എന്തിന്റെ ചൂട്? അവൻ എന്റെ യേശു കർത്താവ് ജീവിക്കുന്നു. ആ ചൂടിനെ ഞാൻ ഇങ്ങനെ വിവരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അമേൻ സ്തോത്രം. ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുമ്പ് അവൻ പടയാളികളിൽ ഒരുത്തൻ എന്റെ യേശു കർത്താവിന്റെ വിലാപ്പുറത്ത് കുത്തി. ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. അമേൻ സ്തോത്രം ചെയ്യുന്നു. ചൂടുള്ള രക്തം, ചുടുചോര തന്ന വീണ്ടെടുത്ത അരിമനാഥൻ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നു. ജീവിതത്തിൽ തകർന്നവരോട് രക്തം കൊണ്ടാ വിലയ്ക്ക് വാങ്ങിയേക്കുന്നത്. നിങ്ങൾ അനാഥരല്ല. അവൻ നിങ്ങൾ ഏകാന്തരല്ല. അവൻ ഈ പകൽക്കാലം മനസ്സിലാക്കുന്നുണ്ടോ? ആ ചൂട് തട്ടിക്കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ചിലരെ ഓർമ്മിപ്പിക്കുന്നു. എനിക്കറിയത്തില്ല പ്രിയരെ, അവൻ എന്റെ ശരീരമാകെ വല്ലാതൊരു ചൂട് പിടിക്കുന്ന അനുഭവം ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാ. അമേൻ സ്തോത്രം ചെയ്യുന്നു. പറയട്ടെ, അമേൻ സ്തോത്രം, ദൂതൻ വന്നത് ചൂടുള്ള അപ്പമായിട്ടാണെങ്കിൽ ഇന്ന് പകൽക്കാലം ആ അപ്പം എന്തെന്നറിയാമോ? ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ആ അപ്പമാണ് ജീവന്റെ അപ്പമായ ക്രിസ്തു. അമേൻ സ്തോത്രം ചെയ്യുന്നു. ജീവന്റെ അപ്പമായ ക്രിസ്തു ഇന്ന് ചിലരിലോട്ട് വരുന്ന സമയത്ത് അതിനെ ഭക്ഷിക്കുമ്പോ, ക്രിസ്തുവിനെ ഭക്ഷിക്കുമ്പോ ചില ഇസബേലുകൾ ഓടിപ്പോകുമെന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന കൈമാറും. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ അവിടെ അപ്പവും ഉണ്ട്, വെള്ളവും ഉണ്ട്. ഏതാ പ്രിയരെ ഈ വെള്ളം? യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം. അവൻ ജീവജലത്തിന്റെ ഉറവയായ ക്രിസ്തു ഇന്ന് പകൽക്കാലം ചില ഹൃദയങ്ങളുടെ അകത്തോട്ട് വരുമ്പോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. അമേൻ സ്തോത്രം. ചുമ്മാ വന്ന് തട്ടുന്നവനല്ല, തട്ടി ഉണർത്തിയിട്ട് അമേൻ സ്തോത്രം ചെയ്യുന്നു പോഷിപ്പിക്കുന്ന ദൈവം. അമേൻ സ്തോത്രം ചെയ്യുന്നു. അമേൻ സ്തോത്രം. ഇന്ന് പകൽക്കാലം മനുഷ്യർ അവസാനിപ്പിച്ചു കൊടുത്ത ചിലതിനെ ദൈവം ചൂട് തട്ടിപ്പിക്കുമ്പോ എത്ര പേർക്ക് പറയാൻ ഒരു പ്രാഗൽഭ്യമുണ്ട്? കർത്താവെ, തണുത്തിരിക്കുവാണേലും അങ്ങയുടെ ചൂട് എനിക്ക് ആവശ്യമാ. മനസ്സിലാകുന്നുണ്ടോ? അവിടെ നിന്ന് ഞാൻ വേഗത്തിൽ മുന്നോട്ട് കടന്നു പോകട്ടെ. ഒരു കാര്യമുണ്ട് പ്രിയരെ, 2 പ്രാവശ്യം തട്ടി ഉണർത്തി. എന്തുകൊണ്ടാ? അമേൻ സ്തോത്രം. ആ ഒരു ഭാഗം ഞാൻ ചിന്തിച്ചപ്പോ ദൈവാത്മാവ് സംസാരിച്ചൊരു ചിന്ത എങ്ങനെയാ? അമേൻ സ്തോത്രം ചെയ്യുന്നു. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, അമേൻ സ്തോത്രം ചെയ്യുന്നു. ആദ്യത്തെ പ്രാവശ്യം തട്ടി പുള്ളി ഉറങ്ങി. ചില സമയത്ത് അങ്ങനെയാ. നമ്മുടെ 2 പ്രാവശ്യം തട്ടുന്നത്
അതൊരു ആമീൻ ചിലരോടുള്ള ഒരു ആമീൻ വാക്തത്വം കൂടെ. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ ചില പ്രത്യേക മേഖലകളിൽ നമുക്ക് ചില ട്രോമ ഉണ്ടാകും അല്ലെ. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ചില പാസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടാകും. അതിൽ നിന്ന് പെട്ടെന്ന് പുറത്തോട്ട് വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ദൂതൻ 2 തവണ തട്ടി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ദൂതൻ അവൻ അവിടെ സമയം കൊടുക്കുക എന്താ പുറത്തോട്ട് വരാൻ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ഇതിലിരിക്കുന്ന പ്രിയമുള്ളവരോട് പറയുക, ഇതിന്റെ അകത്ത് ചിലര് ആമേൻ ചെയ്യുന്നു മാനസികമായി വല്ലാത്ത പിരിമുറുക്കത്തിലൂടെ പൊക്കോണ്ടിരിക്കുക. അവൻ പുറത്തു വരുവാൻ കഴിയാതെ വണ്ണം പല രീതിയിൽ നോക്കിയിട്ടും കഴിയാതെ വണ്ണം അങ്ങനെ ആ ഒരു രീതിയിൽ നിൽക്കുക. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് സംസാരിക്കുക കേട്ടോ. ആമേൻ ഒരു തവണ ദൂതൻ തട്ടി ആമേൻ സ്തോത്രം ചെയ്യുന്നു നമ്മളെ വിട്ടു. ആമേൻ 2ാമത്തെ തവണയും ദൂതൻ തട്ടുന്നത് എന്തിനാണെന്നറിയാമോ? എഴുന്നേൽക്കാനുള്ള സമയമായെന്ന് പറയാനാ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എന്നെ വിളിച്ചു. അദ്ദേഹം ഒരു റിലേഷൻഷിപ്പിൽ പെട്ട് വല്ലാത്തൊരു സാഹചര്യത്തിലൂടെ കടന്നുപോയി. ആമേൻ സ്തോത്രം ചെയ്യുന്നു വിവാഹവും കാര്യങ്ങളെല്ലാം ഉറപ്പിച്ചു. പക്ഷെ അതിനുശേഷമായിട്ട് ആ സഹോദരിയെ അവൻ മറ്റൊരാൾ വിവാഹം ചെയ്തു. ഈ ചെറുപ്പക്കാരൻ ആമേൻ സ്തോത്രം ചെയ്യുന്നു ആമേൻ സ്തോത്രം നല്ലൊരു ജോലിയുള്ള ഒരു മനുഷ്യനാ. അവൻ 2 മാസം കൊണ്ട് അദ്ദേഹം ആമേൻ സ്തോത്രം ചെയ്യുന്നു അവൻ മദ്യപിക്കുവാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ആമേൻ അലമാരയുടെ അകത്ത് ആമേൻ സ്തോത്രം ചെയ്യുന്നു എത്രയോ കണക്കിന് ആമേൻ കുപ്പികൾ ഇങ്ങനെ അടുക്കി വെച്ചേക്കുക. ആ മനുഷ്യൻ 2 മാസമായിട്ട് വല്ലാത്ത അഡിക്ഷൻ ആയിട്ട് മുടിയും താടിയെല്ലാം നീട്ടി വളർത്തി അവൻ വല്ലാത്തൊരു വികൃത രൂപമായിട്ട് ആമേൻ ഒരിക്കൽ എന്നെ വിളിക്കുകയാ. ആ സമയത്ത് പ്രാർത്ഥിച്ചതിന് ശേഷമായിട്ട് ആമേൻ 1-2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോ അതേ ആമേൻ ദൈവ മനുഷ്യൻ അദ്ദേഹത്തിന്റെ മറ്റൊരു ഫോട്ടോ ഇട്ടിട്ട് എനിക്ക് ഇങ്ങനെ പറയുവാനിടയാത്തിരുന്നു, ഇപ്പൊ ജീവിതത്തിൽ മാറ്റമുണ്ട്. ഞാൻ പറഞ്ഞത് എന്താണെന്നറിയാമോ പ്രിയരെ? ഇന്ന് പകൽക്കാലം ആമേൻ ജീവിതത്തിൽ പുറത്തോട്ട് കടന്നു വരുവാൻ കഴിയുകയില്ല എന്ന് ചിന്തിക്കുന്ന ആ വിഷയത്തിൽ ദൈവം ചൂട് പിടിപ്പിക്കുവാൻ പോകുന്നുവെന്ന് ആമേൻ സ്തോത്രം ചെയ്യുന്നു. ഏതെങ്കിലും ജീവിത സാഹചര്യത്തിൽ അങ്ങനെ നിൽക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, ദൈവാത്മാവ് ആമേൻ ചൂടുള്ള ഒരു കാര്യം നൽകുക. മറ്റൊരു പ്രത്യേകത കൂടെ ഇവിടെ പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകട്ടെ. അവിടെ ഈ അപ്പം എവിടെയാ വെച്ചേക്കുന്നത്? നിങ്ങൾ സൂക്ഷ്മയോടെ വായിക്കുമ്പോൾ അപ്പം എവിടെ വെച്ചേക്കുന്നെന്ന ഒരു കാര്യം നമുക്ക് കാണും. 6-ാമത്തെ വാക്യം, ഒരടയും ഒരു തുരുത്തി വെള്ളവും തലയ്ക്കൽ ഇരിക്കുന്നത് കണ്ടു. എന്തുകൊണ്ടാ തലയ്ക്കൽ ഇരുന്നത്? എന്തുകൊണ്ടാ കാൽക്കൽ വെക്കാതിരുന്നേ? അല്ല എന്തുകൊണ്ടാ കൈകൊണ്ട് എടുക്കാവുന്നിടത്ത് വെക്കാതിരുന്നത്? എന്നാന്നറിയാമോ? അവൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ നൽകിയ ഒരു ആലോചന. ആമേൻ തലയ്ക്കൽ വെച്ചത് എന്താണെന്ന് വെച്ചാലാ ആമേൻ ഏലിയാവ് എന്ന് പറയുന്ന മനുഷ്യന്റെ തലയുടെ അകത്ത് ഇപ്പോ ആമേൻ ഇസബേലിന്റെ വാക്കാ. ചിലരുടെ തലയുടെ അകത്ത് ആമേൻ ഇന്ന് വല്ലാത്ത പിരിമുറുക്കമാ. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്ന അപ്പവും തുരുത്തിയും വെക്കുന്നത് എവിടെയാണെന്നറിയാമോ? തലയുടെ അടുക്കലാ വെക്കുന്നതാ. എന്തിനാ തലയുടെ അടുക്കൽ വെക്കുന്നതെന്ന് അറിയാമോ? ആ ഭാരം ആമേൻ സ്തോത്രം ചെയ്യുന്നു അതിനേക്കാൾ വലുതാ ദൈവത്തിന്റെ കരുതൽ എന്ന് പറയുവാൻ വേണ്ടിയിട്ട് ഇസബേലിന്റെ വാക്ക് അവന്റെ തലയുടെ അകത്തോടെ ഇങ്ങനെ അവൻ ഹൃദയത്തിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ മരിക്കണമെന്ന ചിന്ത വന്നതാ. ആമേൻ കമ്പാരിസൺ വന്നതാ. അവൻ ഒറ്റയ്ക്കാന്ന ചിന്ത വന്നതാ. ഇന്ന് പകൽക്കാലം തലയ്ക്കകത്ത് അതിഭാരം പേറിയിരിക്കുന്ന പ്രിയമുള്ളവരെ നോക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുന്നു. തലയ്ക്കൽ തന്നെ അത് വച്ചിരിക്കുന്നത് എന്തിനെന്നറിയാമോ? ഇന്ന് പകൽക്കാലം അവിടെ നിന്ന് അവൻ എഴുന്നേൽക്കുന്ന സമയത്ത് അവൻ ആ തലയ്ക്കുള്ള ഭാരത്തേക്കാൾ ദൈവത്തിന്റെ പ്രവൃത്തി എന്തെന്ന് തിരിച്ചറിയുവാൻ വേണ്ടിയിട്ടാ. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ പ്രിയരെ അമേൻ സ്തോത്രം ചെയ്യുന്നു. അവിടെ എന്നെ ചിന്തിപ്പിച്ചൊരു വാക്കുണ്ട്. അമേൻ സ്തോത്രം ചെയ്യുന്നു. അവിടെ അമേൻ സ്തോത്രം ചെയ്യുന്നു. അവൻ അത് ഇരിക്കുന്നത് അവൻ കണ്ടുവെന്ന് അമേൻ സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധിക്കുന്നതുകൊണ്ട് ചിന്തിക്കുകയാ. അമേൻ അവൻ തലയ്ക്കൽ ഇരിക്കുന്നത് കണ്ടു. അവിടെ നിന്ന് ഞാനൊരു ദൂത് കൈമാറട്ടെ. എന്നാന്നറിയാമോ? ചില ജീവിത സാഹചര്യത്തിൽ മറ്റുള്ളവർ പറയും നിന്റെ ദൈവം ഒന്നും പ്രവർത്തിക്കാൻ പോകുന്നില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, മരുഭൂമിയിലാണേലും ദൈവം തന്റെ ഭക്തനെ ഉപയോഗിക്കുന്നത് അവൻ ഒരു മനുഷ്യനും തടുക്കുവാൻ പറ്റത്തില്ലെന്ന് അവൻ കാണുമെന്ന്. അവൻ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുവാൻ പോകുന്നത് അവൻ തന്നെ കാണുമെന്ന്. ദൈവം മറച്ചു വെച്ച് ഒളിച്ചു വെച്ച് കാര്യങ്ങളെ ചെയ്യുന്ന ഒരു ദൈവമല്ല നമ്മൾ സേവിക്കുന്ന ദൈവം. അമേൻ സ്തോത്രം ചെയ്യുന്നു. ഇസ്രായേലിന്റെ ദൈവമായ നമ്മുടെ കർത്താവ് അമേൻ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. ജീവിതത്തിലെ മരുഭൂമിയുടെ അനുഭവമാണേലും ദൈവം നമ്മളെ മാനിക്കുമെന്ന്. ജീവിതത്തിൽ മരുഭൂമിയുടെ തലമാണേലും ദൈവം നമ്മളെ പുറത്തു കൊണ്ടുവരുമെന്ന്. അമേൻ മരുഭൂമിയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെയെന്നൊരു ചോദ്യമൊക്കെ ഹൃദയത്തിന്റെ അകത്തോട്ട് വന്നേക്കാം. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. അമേൻ തലയ്ക്കൽ ഇരിക്കുന്നത് അവൻ കണ്ടു. അപ്പോ അവന്റെ മനസ്സിന്റെ അകത്തോട്ടൊരു ചിന്ത വന്നു. ഞാൻ മെസ്സേജിനെ അവസാനിപ്പിക്കട്ടെ. അവൻ എന്നാന്ന് വെച്ചാലാ അവൻ പ്രിയരെ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. അവൻ കർത്താവ് അനുവദിക്കുന്നെങ്കിൽ നമുക്ക് മറ്റൊരു സമയത്ത് അത് ഡീറ്റെയിൽ ആയിട്ട് ആധികാരികമായിട്ട് സംസാരിക്കാം. ഇവിടെ ഞാൻ ആ ഒരു ഭാഗത്തിന്റെ അവസാന ഭാഗത്തോട് വരുമ്പോ അവൻ എന്നാന്ന് വെച്ചാലാ
തലക്കിലിരിക്കുന്ന അപ്പം കണ്ടപ്പോ അമേൻ സ്വരം ചെയ്യുന്നു, ഇപ്പോ ഇവന് ചൂട് പിടിച്ചു. എവിടെ ചൂട് പിടിച്ചു? ഹൃദയത്തിൽ ചൂട് പിടിച്ചു. ഇസബേലിന്റെ വാക്കല്ല, ദൈവത്തിന്റെ പ്രവൃത്തിയാ വലുതാ. ഇസബേലിന്റെ തന്ത്രമല്ല, ദൈവത്തിന്റെ പദ്ധതിയാ വലുതാ. ഇന്ന് പകൽക്കാലം അമേൻ സ്വതന്ത്രം ചെയ്യുന്നു, ഒതുക്കി വെച്ചിരിക്കുന്ന ഇസബേലിന്റെ തന്ത്രമല്ല, ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. എന്റെ ആത്മീക ജീവിതത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ കാഴ്ചപ്പാടാണ് വലുതെന്ന് ചിന്തിക്കുവാൻ തയ്യാറാകുന്ന പ്രിയമുള്ളവരെ നോക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഇങ്ങനെ ഒരു ആലോചന കൈമാറുന്നു. അമേൻ സ്വതന്ത്രം ചെയ്യുന്നു. അവൻ ജസബേല ദൂതനെ അയച്ചു, എന്നാൽ അതേ ദൂതനെ അവൻ ഒതുക്കുവാൻ വേണ്ടി സ്വർഗസ്ഥനായ ദൈവം തന്റെ ദൂതനെ അയച്ചു. ഇവിടെ ഒരു കമ്പിവാചകം പോലെ ഞാൻ ഇങ്ങനെ പറയട്ടെ. അമേൻ സ്തോത്രം ചെയ്യുന്നു. ദൈവം അമേൻ ഇവിടെ ഏലിയാവിനെ കുറ്റം പറയാനല്ല വിളിച്ചത്. മനസ്സിലാകുന്നുണ്ടോ? ഏലിയാവിനെ ദൈവം കുറ്റം പറയാനല്ല വിളിച്ചത്. നമ്മളാണെ എന്നാ പറഞ്ഞേനെ? നമ്മളാണെ കുറ്റം പറഞ്ഞ് അവനെ അങ്ങ് അടിച്ചമർത്തിയേനെ. പക്ഷേ കർമ്മേലിൽ അമേൻ സ്തോത്രം ചെയ്യുന്നു ഇറങ്ങിയ ദൈവം ഈ ചൂരച്ചെടിയുടെ കീഴിലോട്ട് വന്നത് അവനെ കുറ്റം പറയുവാനല്ല. നമുക്ക് അവിടെ ഒരു കാര്യം കാണുവാൻ സാധിക്കും. ഞാനത് അമേൻ സ്തോത്രം അത് വിശദീകരിക്കുന്ന കുറച്ച് സമയം വേണം, പക്ഷേ ആ സമയം ഞാൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അമേൻ സ്തോത്രം ചെയ്യുന്നു അവിടെ ഒരു വാചകം നമുക്ക് കാണുവാൻ സാധിക്കും. അമേൻ സ്തോത്രം 11-ാമത്തെ വാക്യം തൊട്ട് 13-ാമത്തെ വാക്യം തൊട്ട് ആദ്യം ഒരു അമേൻ ഭൂകമ്പം ഉണ്ടായി, അതിനുശേഷമായിട്ടൊരു തീ ഉണ്ടായി, അതിനുശേഷമായിട്ട് ഒരു അമേൻ സ്തോത്രം ചെയ്യുന്നു കാറ്റുണ്ടായി. ഇങ്ങനെ 3 കാര്യങ്ങൾ കാണുവാൻ സാധിക്കുന്നു. അമേൻ സ്തോത്രം ചെയ്യുന്നു. പക്ഷേ അതിലൊന്നും യഹോവ ഉണ്ടായിരുന്നില്ല. യഹോവ അതിനുശേഷമായിട്ട് മൗനമായിട്ട് അവനോട് സംസാരിച്ചു. അവിടെ നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ച ഒരു ആലോചന ഇങ്ങനെയാ. അവൻ ചില സമയത്ത് ശക്തമായ ദൈവത്തിന്റെ പ്രവൃത്തി ആയിരിക്കില്ല നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. ശാന്തമായ ദൈവത്തിന്റെ ഇടപെടലായിരിക്കും. അവൻ ശാന്തമായ ദൈവത്തിന്റെ തലോടലായിരിക്കും. അത് മാർവോട് ചേർത്ത് പിടിക്കുന്ന അനുഭവമായിരിക്കും. അവൻ ഇസബേലിന്റെ ശക്തിയെ തിരിച്ചറിയുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഈ മെസ്സേജിന്റെ അവസാന ഭാഗത്ത് വരുമ്പോൾ ഇങ്ങനെ ഇത് അവസാനിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. പ്രിയരെ, അമേൻ സ്തോത്രം ചെയ്യുന്നു. അവൻ ചൂരച്ചെടിയുടെ ചുവട്ടിലിരിക്കുന്ന ആ മനുഷ്യൻ, ആ ചൂരച്ചെടി എല്ലാം അവസാനമല്ല, അതൊരു പുറപ്പാടാണ്. അവൻ കർത്താവ് അനുവദിക്കുന്നുവെങ്കിൽ ആ പുറപ്പാടിനെ കുറിച്ച് അവൻ ഇതിന്റെ 2-ാമത്തെ ഭാഗമായിട്ട് കർത്താവ് വീണ്ടും ഒരു അവസരം നൽകുന്നുവെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ചിന്തിക്കും. ഓർക്കുക, അവൻ കർമ്മേൽ എന്ന് പറയുന്ന വലിയ പർവ്വതത്തിൽ ഇറങ്ങി വന്ന അതേ ദൈവം തന്നെ മരുഭൂമിയിൽ ചൂരച്ചെടിയുടെ കീഴിലിരിക്കുന്ന ഈ മനുഷ്യന്റെ അടുക്കലോട്ട് ഇറങ്ങി വന്നു. നീ വലിയവനാണോ ചെറിയവനാണോ എന്നല്ല ദൈവം നോക്കുന്നത്. നീ സക്സസ് ഉള്ളവനാണോ അമേൻ സ്വർഞ്ഞ ഫെയിലിയർ ആണോ എന്നല്ല ദൈവം നോക്കുന്നത്. ചേർത്ത് പിടിക്കുന്ന ദൈവം ഇന്ന് അമേൻ സ്വർ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് വളരെ വ്യക്തമായി സംസാരിക്കുന്നു. അമേൻ സ്വർ ദൈവത്തിന്റെ കൈ നമുക്ക് അനുകൂലമാണെങ്കിൽ അമേൻ സ്വർ തളർന്നിരിക്കുന്നവനെ അതേ ദൈവം പുറത്തോട്ട് കൊണ്ടുവരും. അമേൻ സ്വർ ആ വാക്കിനെ അമേൻ ഒരു കൺക്ലൂഷൻ ആയിട്ട് ഞാൻ അമേൻ സ്വർ ഒരു ഫുൾ സ്റ്റോപ്പ് ഇങ്ങനെ ഇട്ടുകൊണ്ട് കർത്താവ് അനുവദിച്ചാൽ വീണ്ടും നമുക്ക് അതിന്റെ ഒരു തുടർഭാഗമായിട്ട് മുന്നോട്ട് പോകാം. എന്നാന്നറിയാമോ? 1-ാമത്തെ പ്രത്യേകത അമേൻ സ്തോത്രം ചെയ്യുന്നു ഇസബേലിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുക. അമേൻ സ്തോത്രം ചെയ്യുന്നു ഈ ഒരു വാക്കിന്റെ ഒരു അവസാന ഭാഗത്തായിട്ട് ഞാൻ അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് ഒരു പാർട്ട് 2 പോലെ ഞാൻ ഇവിടുന്ന് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അടുത്ത കാര്യം അമേൻ സ്തോത്രം ചെയ്യുന്നു യഹോവയുടെ കൈ നമ്മുടെ കൂടെ ഉണ്ടേല ആഹാബിന്റെ രഥത്തിന്റെ മുമ്പാകെ നമുക്ക് ഓടാം. പക്ഷേ 19-ാം അധ്യായം തുടങ്ങുന്നത് ഒരു സൈലൻസാ. യഹോവയുടെ കൈ നമ്മുടെ കൂടെ ഇല്ലേല നമ്മുടെ ജീവിതത്തിലും ഇതേപോലുള്ള സാഹചര്യം കടന്നു വരാം. അമേൻ സ്തോത്രം ചെയ്യുന്ന ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, ദൈവത്തിന്റെ കരങ്ങളോട്ട് അടിയങ്ങൾ അടുത്തു വരുന്നു. അപ്പൊ ഇസബേലിന്റെ ശക്തി, ഞങ്ങൾ തിരിച്ചറിയാത്ത ആ ഒരു ശക്തിയെ കുറിച്ച് ഞങ്ങൾ ഇന്ന് പകൽക്കാലം മനസ്സിലാക്കി. ഞങ്ങൾക്കൊരു യാത്രയുണ്ടെന്ന്, ഞങ്ങൾക്കൊരു അഭിഷേകം ഉണ്ടെന്ന്, ഞങ്ങൾക്കൊരു ശുശ്രൂഷയുണ്ടെന്ന് കർത്താവിനറിയാം. എന്നാൽ അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഇസബേലിന്റെ തന്ത്രങ്ങളെ ഞങ്ങൾ പൊളിക്കുന്നു. അതിൽ നിന്ന് ഞങ്ങൾ പുറത്തോട്ട് വരുന്നു. ഈ പകൽക്കാലം പ്രിയമുള്ളവരെ കർത്താവ് അനുഗ്രഹിച്ചാട്ടെ, ടീമിനെ കർത്താവ് ഉപയോഗിച്ചാട്ടെ. കർത്താവ് അങ്ങയുടെ നാമം മഹത്വം ഉയർന്നാട്ടെ. വചനം അങ്ങയുടേത്, അടിയൻ അങ്ങയുടേത്. കർത്താവ് സഹായിച്ചാട്ടെ. ദൈവനാമം മഹത്വം ഉയർന്നാട്ടെ. ആമേൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് പ്രാർത്ഥനയുടെ വലിയ തിരിക്കാൽ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, ആമേൻ. ആമേൻ കർത്താവ് അനുവദിക്കുന്നുവെങ്കിൽ, ആമേൻ കർത്താവ് അനുവദിക്കുന്നെങ്കിൽ മാത്രം നമ്മൾ ആമേൻ ഇതിനെ കുറിച്ച് വീണ്ടും ചിന്തിക്കും. ആമേൻ സ്തോത്രം ചെയ്യുന്നു. ഓർക്കുക, ദൈവത്തിന്റെ കൈ ആമേൻ സ്തോത്രം ചെയ്യുന്നു തളർന്നവനെ ശക്തീകരിക്കുന്നു. ആമേൻ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ നമുക്കൊരു പുറപ്പാടുണ്ട്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. മാറാനാഥ. ഗോഡ് ബ്ലെസ് യു.